ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಎತ್ತರು ಉಸ್ತಾದ್ ಸವಿಸ್ತಾರಮಾಯಿಟ್ಟು ನಮಗೆ ಇಂದು നല്ല ನಸೀಹತ್ತು ತರಗೊಂಡು ಅಲ್ಲಾಹು ഞങ്ങളെ ಈ ಕಾರ್ಯಕ್ರಮ ಯಶಸ್ವಿಯಾಗಿ ತರುಮಾರಾಗട്ടെ. അൽഹംദുലില്ലാഹ് താജുൽ ഉലമ റിലീഫ് സമിതി ട്രസ്റ്റ് ബഗലായിട്ട് എല്ലാ വർഷവും നടക്കുന്ന സാമൂഹിക വിവാഹ അതിന്റെ മൂന്നാമത്തെ വാർഷിക കാര്യക്രമത്തിലേട്ടിക്കിട് നാണും നിങ്ങളും ഒരുമിച്ച് കൂടിരെ ഇൻഷാ അല്ലാഹ് നാളെ ഊടെ സുബൈഗ് ഒലിമ്പ ഗಂಟೆಗೆ 3 ജോഡി സാമൂഹിക വിവാഹ കാര്യക്രമ ഞങ്ങളെ ഈ വേദിക്കൽ നടക്കുമ്പോൾ ഞങ്ങളുടെ ശബ്ദ കേൾക്കടെ എല്ലാ മുഅ്മിനീങ്ങ ഇൻഷാ അല്ലാഹ് അത് ഞങ്ങളെ ഔത്ര മങ്ങിലാണ്ട് ബേരിച്ചിട്ട് സമയത്തുക മുന്നലെ ഇവിടെ എത്തിട്ട് ബണ്ടെ ആൽമാർഗുള്ള വ്യവസ്ഥ ഞങ്ങൾ ആക്കിട്ട് കൊടുക്കണോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹാന്മാരെ അനുസ്മരിക്കൽ മഹാനായ താജുൽ ഉലമ അടക്കം ഈ വലിയ വലിയ മഹാന്മാരെ ഞങ്ങൾ നെനപ്പാക്കൽ കൊണ്ട് ആ മഹാന്മാർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തിൽപ്പെട്ട നബി തങ്ങളെ ചോരയിൽപ്പെട്ട സയ്യിദ് കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായിട്ട് കിടറ് ആ മഹാന്മാരെ ഞങ്ങളുടെ അനുസ്മരിക്കടേ. നാളെ ഞങ്ങൾ സ്വർഗത്തുക്ക് പോവുക ഒരു കാരണാവുക വേണായിട്ടായിട്ട് കിട് ദുനിയാവിടെ ആശയ്ക്ക് വേണായിട്ടാ ദുനിയാവിടെ സ്ഥാനത്തുക്ക് വേണായിട്ടാ എന്തും അല്ല മഹാന്മാരെ അനുസ്മരിക്കൽ കൊണ്ടുള്ള ഞങ്ങളെ ഉദ്ദേശ ലോക മുസ്ലിമീങ്ങളെ ഉദ്ദേശ ഇണ്ട് വ്യത്യസ്തമായ ജാഗല് വിവിധമായ റായത്തില് എല്ലാ മൂത്തിലും മഹാന്മാരെ ഉറൂസ് നടന്നുകൊണ്ടുണ്ട്. ആ ഉറൂസ് നടക്കുന്നതും ആ മഹാന്മാർ ഞങ്ങൾക്ക് നാളെ ശുപാർശാക്കുക വേണായിട്ട് നാളെ ഞങ്ങൾ മരിച്ചിട്ടാകുമ്പോ ഞങ്ങളെ ഇബാദത്ത് കൊണ്ടിട്ട് ഞങ്ങൾ വിജയിക്കുക സാധ്യയില്ല. ആ മഹാന്മാരെ അനുസ്മരിക്കൽ കൊണ്ടിട്ടു ആ മഹാന്മാരെ പേരിൽ സാമൂഹികമായിട്ടുള്ള കാര്യക്രമാക്കൽ കൊണ്ടിട്ടു എത്രമാ പാവത്തെ പെൺമക്കളെ കണ്ണീരൊപ്പൽ കൊണ്ടിട്ടു ഇങ്ങനത്തെ കാര്യക്രമാക്കൽ കൊണ്ടിട്ടു നാളെ ഞങ്ങൾ വിജയിക്കുക കാരണാവുടുണ്ടു. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് മുഅ്മിനീങ്ങളെ ഇണ്ട് മുസ്ലിം സമുദായ ഭാരി ബേജാറിൽ എത്രമാ കഷ്ടത്തിൽ ചൊമ്മ ദേശത്തിൽ അനുഭവിച്ചുകൊണ്ടുള്ളത് ഫലസ്തീന്റെ മുസ്ലിമീങ്ങ ഒരു ഭാഗത്തിൽ ഇസ്രായേൽ ഞങ്ങളെ ഉപദ്രവത്തിക്കുകവാണ്ട് എത്രമാ മുസ്ലിമീങ്ങ റമളാനിലും അതുക മുന്നലും ചോരായിട്ട് മണ്ണിരടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇണ്ട് ഭാരതത്തെ മുസ്ലിമീങ്ങമേ സ്വാതന്ത്ര്യം കിട്ടിയ ഈ ഭാരതത്തില് മുസ്ലിമീങ്ങ സ്വതന്ത്രത്തിൽ ജീവിക്കുകയാവാത്തൊരു പരിസ്ഥിതി ഇന്ന് ഞങ്ങളെ എതിർന്നു വന്നുകൊണ്ടുണ്ടോ. ഇതിനെല്ലാത്തും പരിഹാര ദുആ ആയിട്ടിക്കട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയെ എല്ലാ അംബിയാ മുർസലീങ്ങ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചിട്ട് എല്ലാ നബിമാരും ആക്കിയ ഇബാദത്തായിട്ടിക്കട് ദുആരക്കാത്ത ഒരു നബിമാരും ഈ ലോകത്തിൽ വന്നിട്ടില്ല. ദുആർക്കാത്ത ഒരു മഹാന്മാരും ഈ ലോകത്തിലില്ല. ഏത് മഹാന്മാരെ ചരിത്രം എടുത്തു നോക്കിയെങ്കിലും എല്ലാവരുടെ ജീവിതത്തിലും ഏറ്റവും പ്രധാനമായിട്ട് കണ്ട ഒരു അമലായിട്ട് ദുആ. അദ്ദുആഉ ഹുവൽ ഇബാദ അദ്ദുആഉ മുഖുൽ ഇബാദ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആയുധങ്ങളെ കൊണ്ടിട്ട് നേരിടുക ഗലാട്ട കൊണ്ടിട്ട് നേരിടുക ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. അത് ഇസ്ലാം പഠിപ്പാട്ടതും ഇല്ല. ഇസ്ലാം പഠിപ്പാട്ടത് ദുആ ആയിട്ടിക്കട് നിങ്ങൾക്ക് എല്ലാവർക്കും നിലപ്പിക്കൂ. കഴിഞ്ഞ 3 വർഷത്തുക്ക് മുന്നല്ലോ ഞങ്ങൾ എതിർക്കു വന്നങ്ങനത്തെ കൊറോണ വൈറസ്. ആ കൊറോണ വൈറസ് ഞങ്ങളിൽ നിന്നിട്ട് 2 വർഷമാ അല്ലെങ്കിൽ 1.5 വർഷമാ പരിശുദ്ധമായ റമളാനിൽ പോലും പള്ളിക്ക് പോയിട്ട് ഇബാദത്തെടുക്കാവാത്ത പരിസ്ഥിതി, ഒരു ജമാഅത്തുക്ക് ബാങ്ക് കേൾക്കാത്ത പരിസ്ഥിതി, ഒരു നിലക്കും ഇസ്ലാമികമായ ജുമാ ജമാഅത്തുക്ക് അവകാശം ഇല്ലാത്ത ഒരു പരിസ്ഥിതി വന്നപ്പ നാണും നിങ്ങളും ഔത്തുറുൽ ഗതിച്ചിട്ട് ദുആറന്ന എല്ലാ മോത്തും ദുആ നടന്നിട്ട് ഓൺലൈൻ മജ്ലിസ് തുടങ്ങിയിട്ട് ഈ സമൂഹത്തിൽ ദുആ വർദ്ധിച്ചപ്പ അല്ലാഹു തആല ആ കൊറോണ വൈറസിനെ ഞങ്ങൾ നിന്ന് ഡിലീറ്റ് ആക്കിയ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ദുആൽ പരിഹാരം കിട്ടാത്ത ദുആ കൊണ്ട് പരിഹാരാവാത്ത ലോകത്തുള്ളൊരു കാര്യം പോലും ഇല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ദുആ റക്കണു. എല്ലാ നബിമാരും ആക്കിയ ഇബാദത്തായിട്ട് ദുആ. പക്ഷേ ആ ദുആ റക്കുമ്പോ ദുആത്തുക്ക് ചൊമ്മ മര്യാദ ഇസ്ലാം പഠിപ്പാട്ടിയത്. ദുആ റക്കുമ്പോ കൈവയത്തൽ ആ ദുആ റട്ടുക കാടിക്കിടങ്ങനത്തെ കാട്ടങ്ങനത്തെ ഏറ്റവും വലിയ മര്യാദ ഇട്ടിക്കട്. പക്ഷേ ഞങ്ങ വയത്തിരെ കൈയായിട്ടിന്നെങ്കിലും ആ ദുആ റക്കുമ്പോ റബ്ബുടെ മുന്നലും എന്റെ മനസ്സിനാണ് തുറന്നോണ്ടുള്ളൂ.
ദ്വാരക്കിട ഞങ്ങൾ റബ്ബറൊട്ടു കേട്ടിക്കിട്. ദ്വായുടെ ഏറ്റവും വലിയ ഉദ്ദേശമേ ഔണും അല്ലാഹുമായിട്ടുള്ള കണക്ഷൻ, സംഭാഷണ. അത് കാട്ടിക്കിട് 5 വക്ത് നിസ്കാരത്തിൽ പിന്നെയും ദുആ ഉള്ളേ. സാധാരണ ജമാഅത്തായിട്ട് നിസ്കരിക്കിടങ്ങ് കൊണ്ടുണ്ട് 5 വക്ത് നിസ്കാരത്തിൽ പിന്നത്തെ ദുആ, ഓരോ വക്തും വ്യത്യസ്തമായ ദുആ. എന്ത് വേണായിട്ട് മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നോ. ആ ദുആ നിസ്കാരത്തിൽ പിന്നെ ദ്വാരക്കുമ്പോ ലോകത്തിൽ വെച്ചിട്ട് അത്യന്ത ഉത്തമമായ സ്ഥാനത്തിലുള്ള ദുആ അതായിട്ട് 5 വക്ത് നിസ്കാരത്തിൽ പിന്നെ ഉള്ള ദുആ ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വക്ത് നിസ്കാരത്തിൽ പിന്നെ അടക്കം മുസ്ലിം സമുദായത്തെ പ്രതി ഒരു കാര്യക്രമത്തിടയിലും ഞങ്ങൾ ദ്വാരക്കട. അത് മൗലിദ് മജ്ലിസാവട്ടു, ഏത് കാര്യക്രമം നടക്കട്ടെ, ഒരു അഗൗക്കലാവട്ടു, വിവാഹ കാര്യക്രമാവട്ടു, ഞങ്ങളെ സമുദായത്തിൽ നടക്കുന്ന ഏത് സഭ സമാരംഭം ഇന്നെങ്കിലും ഞങ്ങൾ തുടങ്ങിയ ദുആ മൂലക്കായിട്ടിക്കട്. ദുആത്ത് ഏറ്റവും വലിയ ബറക്കത്തുണ്ടോ, ദുആത്ത് ഏറ്റവും വലിയ ഉത്തരവുണ്ടോ. പക്ഷേ ദ്വാരക്കിട ഞങ്ങ അല്ലാഹുറൊട്ടു ദ്വാരക്കിടയെ ചൊല്ലെ ആ ഒരു പേടിയിൽ, ആ ഒരു മനോവിശ്വാസത്തോടുകൂടെ നല്ല ഇഖ്ലാസോടെ ഞങ്ങൾ ദ്വാരക്കണു. എന്നെങ്കിൽ മാത്രം ദുആ ഖബൂലാവുടെ. അല്ലാഹു എല്ലാ ദുആകളും ഖബൂലാവുടെ കൂട്ടത്തിൽ ഞങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞങ്ങളുടെ കാര്യക്രമത്തിൽ സാദാത്ത് തങ്ങ വന്നു പോയിട്ട് സാദാത്ത് തങ്ങവും ഞങ്ങൾക്ക് ദ്വാരുന്നത്. ഈ കാര്യക്രമത്തെ ഇണ്ടത്തെ സമാരോപ കാര്യക്രമത്തിൽ ബഹുമാനപ്പെട്ട മൽജ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ വരകൊണ്ടു, തങ്ങളും ദ്വാരക്കൊണ്ടു, നാളെയും സയ്യിദന്മാർ വരകൊണ്ടു, അങ്ങും ദ്വാരക്കൊണ്ടു. ഈ കാര്യക്രമത്തിൽ ഒരു ഉറുപ്പ്യമാ 10 ഉറുപ്പ്യമാ, ഒരു പോണ 2 പോണ, അല്ലെങ്കിൽ ഒരു പാവത്തെ പെണ്ണിടെ മങ്ങിൽ തുകുല്ലെ സമ്പൂർണ്ണ ബംഗാർ ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാരെ ഉദ്ദേശവും ദുആ ആയിട്ടിക്കട്. ഓരോ ഔത്തുകും ഞങ്ങളെ ജമാഅത്തിൽപ്പെട്ട 350 ഔത്തുകും താജുൽ ഉലമ റിലീഫ് സമിതി കാര്യക്രമത്തെ ആ വലിയ കവർ എത്തിട്ടാകുമ്പോ ഓരോ ഔത്തുലുള്ള ഉമ്മമാർ അങ്ങനെ കഷ്ട വിചാരിച്ചിട്ട്, അങ്ങനെ ബേജാറ് വിചാരിച്ചിട്ട്, അങ്ങനെ രോഗ വിചാരിച്ചിട്ട് ആ കവറുക നല്ല ഹദിയായിട്ട് ടിക്കിടാറ്. അങ്ങനെ ഉദ്ദേശം ദുആ ആയിട്ടിക്കട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാ നബിമാരും ആദത്താക്കി വന്ന ദുആ ഞങ്ങളെ ജീവിതത്തിലും ഞങ്ങൾ ആദത്താക്കണോ. ജീവിതത്തിൽ ദ്വാരക്കാണ്ട് ഞങ്ങൾ ബാക്കിയാവുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇണ്ട് ഞങ്ങളെ സമുദായത്തെ ആൽമാർ ദുആക്ക് ദൈക്കുള്ള പുർസത്ത് പോലുമില്ല. വെള്ളിയാഴ്ച 2 ജുമാ കഴിഞ്ഞിട്ട് അത്യന്ത ഉത്തമമായ ജമാഅത്ത് പ്രതി ഒരു മുഅ്മിനായ മനുഷ്യനും ഫർളാക്കപ്പെട്ട ജമാഅത്തായിട്ട് വെള്ളിയാഴ്ച ജുമാ. ആ വെള്ളിയാഴ്ച ജുമാഅത്തുണ്ട് പോലും ഇമാം സലാം വീട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോ, അല്ലെങ്കിൽ ഒരു 2 വിഷയ ചൊല്ലുകൊണ്ടു ചെന്നിട്ട് എണീച്ചു നിൽക്കുമ്പോ ഞങ്ങളെ സമുദായത്തെ ആൽമാർക്ക് ബിസി ആയിട്ടിക്കട്. ദുആക്ക് ദൈക്കുള്ള ടൈമില്ല. അത്രയും ബിസി ഷെഡ്യൂളുള്ള അങ്ങനത്തെ ഞങ്ങളെ സമുദായ ഞങ്ങൾക്ക് നാളെ ആഖിറത്തിൽ എത്തുകൊണ്ടു, ഞങ്ങൾക്ക് നാളെ ഖബറിൽ എത്തുകൊണ്ടു ചെല്ലുന്ന ഒരു ബിയറയില്ലാത്ത ഒരു അവസ്ഥയ്ക്ക് നാണും നിങ്ങളും എത്തുകുത്തീറ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എത്രേ ഞങ്ങൾക്ക് ബിസി ഇന്നെങ്കിലും ഞങ്ങൾ സിംഗിളായിട്ട് നിസ്കരിക്കുമ്പോണെങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോണെങ്കിലും ദുആ ഞങ്ങൾ നിലനിർത്തണു. മഹാനായ താജുൽ ഉലമയുടെ കാര്യക്രമമായതുകൊണ്ട് താജുൽ ഉലമയുടെ ಬಗ್ಗೆ ചെല്ലാണ്ടിക്കു സാധ്യയില്ല. ഏത് കാര്യക്രമം ഇന്നെങ്കിലും എത്ര ജാവായെങ്കിലും താജുൽ ഉലമ 21ാമത്തെ വയസ്സിൽ നിന്ന് വഫാത്താവുടെ 90 ചില്ലറ വയസ്സ് തോലും ഒരു നാളു പോലും 5 വക്ത് നിസ്കാരത്തിൽ പിന്നെ ദ്വാരക്കാണ്ട് ബാക്കിയായിട്ടില്ല, വിത്ർ നിസ്കരിക്കാണ്ട് ബാക്കിയായിട്ടില്ല. ആ താജുൽ ഉലമരെ ഈ സന്ദർഭത്തിൽ നെനപ്പാക്കിടേണ്ടി കണ്ടെങ്കിൽ താജുൽ ഉലമരെ ജീവന ശൈലി അങ്ങനെ ഇന്ന് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അടക്കം, കണ്ണിയത്ത് ഉസ്താദ് അടക്കം എല്ലാ സമസ്തര ആലിമീങ്ങ സമസ്തര ഏത് സഭ സമാരംഭം ഇന്നെങ്കിലും ആ സന്ദർഭത്തിൽ ദുആത്ത് ഏൽപ്പിച്ചുകൊണ്ടിരുന്നേ എത്ര വലിയ ആൽമാറിന്നെങ്കിലും മഹാനായ കണ്ണിയത്ത് ഉസ്താദ് താജുൽ ഉലമരെ ഉസ്താദായിട്ട് ജാവകൽ ഉപ്പാപ്പടക്കം എത്രമാ വലിയ വലിയ മഹാന്മാരെന്നെ എത്രമാ വലിയ വലിയ മജ്ലിസിൽ താജുൽ ഉലമ തങ്ങളൊട്ടുകായിട്ട് കിടങ്ങുള്ള ദ്വാരപ്പാട്ടിയോണ്ടിന്നെ. കാരണം എന്തേ അഹ്ലു ബൈത്തുൽപ്പെട്ട ഒരാൾ, ഒരു ആലിമായ ഒരാൾ, സയ്യിദന്മാർ ചമ്മയ്ക്കിടർ, പക്ഷേ ആലിമും ആബിദുമായ ഒരു സയ്യിദ് അത് മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളായിട്ട്. നിങ്ങൾ നോക്കൂ, കർണാടകത്തിൽ മദ്ദടുക്കാച്ചന്റെ റായത്തിൽ താജുൽ ഉലമയുടെ പേരിൽ വ്യത്യസ്തമായ റിലീഫ് കാര്യക്രമ ഓരോ വർഷവും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മദ്ദടുക്കത്തുക്ക് മാത്രം സീമിത അല്ല. ലോക മുസ്ലിമീങ്ങ
അത് ഭാരതത്തിൽ നിന്നങ്ങാവട്ടു വിദേശത്തിൽ നിന്നങ്ങാവട്ടു താജുൽ ഉലമയെ നിലപ്പാക്കാത്ത ഒരാളും കൂടെ ബാക്കിയാവില്ല, ഒരാളും കൂടെ ബാക്കിയില്ല. അത്രയും വലിയ അനുസ്മരിക്കപ്പെടുന്ന ഒരു വലിയ മഹൽ വ്യക്തിത്വമായിട്ട് മഹാനായ താജുൽ ഉലമ. അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഉയർത്തണേ റഹ്മാനെ, ഖബർ നീ വിശാലാക്കി കൊടുക്കണേ റഹ്മാനെ. ആ താജുൽ ഉലമയുടെ പേരിൽ നടക്കണ ഈ കാര്യക്രമം തീർച്ചയായിട്ടും ഇത് അവിടുന്ന് ഞങ്ങളെ കണ്ടോണ്ടിക്കട് സന്തോലായോണ്ടിക്കട് നാളെ ഞങ്ങൾക്ക് ആഖിറത്തിൽ ഇത് ഉപകാരം ആവുടു ചെല്ലത് യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. എന്റെ താജുൽ ഉലമയുടെ പേരിൽ ഞങ്ങൾ ഈ കാര്യക്രമാക്കുമ്പോ താജുൽ ഉലമ നോക്കിയോണ്ടുണ്ടോ, താജുൽ ഉലമക്ക് ഇത് കണ്ടിട്ട് കൊസിയായോണ്ടുണ്ടോ, ഇൻഷാ അല്ലാഹ് ഇതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ദുനിയാവിൽ കിട്ടില്ലെങ്കിലും അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറത്തിന്റെ ഈ ദുനിയാവ് ആഖിറത്തുള്ള ഒരു കൃഷി തോട്ടായിട്ടിക്കട് ഊടെ കൃഷി ആക്കുക മാത്രം ഞങ്ങളിൽ ചെന്നോ. ഈ കൃഷിയിലെല്ലാത്രയും പ്രതിഫല ഇതിലെ ലാഭ നാളെ ആഖിറത്തിലേട്ടിക്കട് നിങ്ങൾ കിട്ടുകൊണ്ടേ ആ വിശ്വാസത്തിലേട്ടിക്കട് നാടും നിങ്ങളും ജീവിക്കടേ. ഞങ്ങൾക്കൊരു പണി വന്നിട്ടാകുമ്പോ, ഞങ്ങൾക്കൊരു തലകുത്തു വന്നിട്ടാകുമ്പോ, ഞങ്ങളെ ഒത്തുൽ ആരെങ്കിലും ഉഷാറില്ലാണ്ടാകുമ്പോ ഞങ്ങൾ സമീപിക്കട ഞങ്ങളെ റായത്തെ ഉസ്താദന്മാരൊട്ടു എന്തൊക്കെ വേണായിട്ട് ദ്വാരക്കൊക്കെ വേണായിട്ട് അങ്ങനെ സമീപിക്കട എന്തൊക്കെ വേണായിട്ട് മന്ത്രിച്ചിട്ട് ഊതൊക്കെ വേണായിട്ട് 5 വക്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കട ഉസ്താദന്മാർ ആ ആലിമീങ്ങ ദ്വാരക്കട ദുആ അത് ഇജാബത്ത് യാറായിട്ടിക്കട ആ ദുആക്ക് ഉത്തര യാറായിട്ടിക്കട അതുകൊണ്ടായിട്ടിക്കട ഞങ്ങൾ മഹാന്മാരെയും ഉസ്താദന്മാരെയും സമീപിക്കട. അല്ലാഹു തആല മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് എല്ലാ ആലിമീങ്ങ ഈ കാര്യക്രമവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ജുമാ കഴിഞ്ഞിട്ട് നാണ് പുറത്തേക്ക് വരുമ്പോ അവിടെ ഒരു ബോർഡ് കണ്ട് താജുൽ ഉലമ റിലീഫ് സമിതിയുടെ വകയിൽ നടക്കുന്ന കാര്യക്രമത്തിന് മദ്ദടുക്കത്തെ ശംസുൽ ഉലമ ഇതിലെ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെന്നിട്ടൊരു സംഘടന ആൾമാർ ശുഭകോർ വെച്ചൊന്നിട്ടൊരു ഫ്ലക്സ് ഇട്ടർ കണ്ടിട്ട് ഭാരി കുസിയായിട്ട്. കാരണം എന്തേ ശംസുൽ ഉലമയുടെയും അവസാന കാലത്തെ ആഗ്രഹ ഇണ്ട് കർണാടകത്തിലും മുഞ്ഞാണ്ട് നടന്ന വഖഫിന്റെ പ്രതിഭട്ടനലും ഞങ്ങൾ നോക്കിയറാ ജണ്ട് സമസ്തത്തെ ആലിമീങ്ങവും മുട്ടുകയിടാർ അത് കാണുക എന്തൊരു കുസി. ആ ജണ്ട് സമസ്തത്തെ ആലിമീങ്ങ വിളിച്ചിട്ടാകുമ്പോ ഇടീ ദക്ഷിണ കന്നഡ ജില്ലമേ എല്ലാരും മുഞ്ഞാണ്ട് അഡ്യാർ കണ്ണൂരിൽ സമീപിച്ചാർ. എല്ലാ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടിയാർ. ആ ജണ്ട് ആലിമീങ്ങളും ഒരുമിച്ച് കാണ്ടങ്ങനത്തെ ആ കാര്യക്രമം കാണുമ്പോ ഞങ്ങളെ കണ്ണുക എന്തെന്നില്ലാത്ത ഒരു സന്തോഷായിട്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളെ മദ്ദടുക്കത്തിലും ആ സൗഹാർദ്ദത്തെ കണ്ടുകൊണ്ടുണ്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തില് ആശയപരമായിട്ടാവട്ടു, സുന്നത്ത് ജമാഅത്തിന്റെ ഏത് വിഷയത്തിലാവട്ടു അഹ്ലു സുന്നത്തി വൽ ജമാഅ മാ അന അലൈഹി വ സ്വഹാബിഹി ഷഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാനും നന്റെ സമുദായവും അല്ലെങ്കിൽ നന്റെ സ്വഹാബത്തും ഈ ഉമ്മത്തിക്ക് എങ്ങനെ പഠിപ്പാട്ടി തന്നറാ ആ ആശയത്തുക്ക് വിരുദ്ധ ഇവിടെ എന്ത് നടക്കുമ്പോഴും ഞങ്ങളെല്ലാവരും ഒഗ്ഗട്ടായിട്ട് സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോണു. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ ദുആത്തെ ബഗേറ്റിക്കിടുന്നാണ് ചെന്നോണ്ടുള്ളേ. ചില ആൾമാർ ദ്വാരക്കിടാർ ദുആ മജ്ലിസിന് പോണ്ടാർ, കുറെ സയ്യിദന്മാരെ മുട്ട പോണ്ടാർ. പക്ഷെ ഞങ്ങൾക്കെല്ലാം ബേജാറായിട്ടിക്കിട് ഞങ്ങൾ എത്രേ ദ്വാരെന്നെങ്കിലും ഞങ്ങൾ രോഗസുമാറാവില്ല, എത്രേ പള്ളിക്ക് നാണ് നേർച്ചാക്കെങ്കിലും നന്റെ ഉദ്ദേശ പൂർത്തിയാവില്ല എന്ന് കുറെ ആൾമാരെ മനസ്സിൽ ഇങ്ങനെ കിട്. പക്ഷേ ആരും മനസ്സിൽ ഉപകരിക്കണ്ട. ദ്വാരെന്നപ്പമേ ആ ദ്വാക്ക് ഇജാബത്ത് കിട്ടണോണ്ടു ലോകത്തിൽ ഒരാളും വിചാരിക്കണ്ട. കാരണം എന്തേ ദുആരക്കു മാത്രം ഞങ്ങൾ ഒട്ടുക അല്ലാഹു തആല ചെന്നരെ ഉദുഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ ഓർക്ക ദുആരന്നിട്ട് മുണ്ടതെക്കണ്ട, നിങ്ങൾ ദുആരന്നോട്ടെ ഇക്കറു. അത് സുബഹിക്ക് മാത്രല്ല, ളുഹ്റുക്ക് മാത്രല്ല, ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ മാത്രല്ല, എല്ലാ ടൈമിലും നിങ്ങൾ ദുആരക്കറു. എത്രമാ ഞങ്ങളെ സമുദായത്തെ ആൾമാർ ബേജാറിലുള്ളവർ, ഞങ്ങളെ നിരക്കരുടെ ആൾമാർ കഷ്ടത്തിലുള്ളവർ, ഞങ്ങളെ കുടുംബത്തെ ആൾമാർ ബേജാറിലുള്ളവർ. ആ ബേജാറുള്ള മുഅ്മിനീങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് സഹായിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമായിട്ടില്ലെങ്കിൽ, സാന്നിധ്യം കൊണ്ട് സഹായിക്കുക ഞങ്ങളെ കൊണ്ടായില്ലെങ്കിൽ, അങ്ങക്ക് വേണായിട്ട് ദുആരക്കട ഒരു സമ്പ്രദായ ഞങ്ങൾ ജീവിതത്തിൽ ആദത്താക്കണോ. ഇന്റെ വഖഫിന്റെ വിരുദ്ധ മുസ്ലിമീങ്ങൾക്ക് വിരുദ്ധായിട്ട് ഭാരത സർക്കാർ കാനൂണ് എടുത്തോണ്ട് വന്നോണ്ടുണ്ടോ. ആ കാനൂണ് വിരുദ്ധ ഞങ്ങൾ ഹോരാട്ടാക്കിയോണ്ടുള്ള പക്ഷേ അത് എല്ലാത്തും മീറിയിട്ട് 5 വക്ത് നിസ്കാരം
നിസ്കാരത്തിൽ പിന്നെ മുഅ്മിനെ നീ ദുആരന്നുക. ഓ ഉമ്മമാരെ നിങ്ങൾ ദുആരക്കുറു. ആരെ ദുആ അല്ലാഹു ഖബൂലാക്കറാണ്ട് ചൊല്ലുക സാധ്യല്ല. അതുകൊണ്ട് ഇനൊരാളെ മേൽ നിങ്ങൾ ദുആരക്കുക ചൊല്ലതിരെ കാണ്ടിയാര ഞങ്ങളും ഇനൊരാൾക്ക് ദുആരക്കുക പ്രയത്നക്കണോ. എല്ലാ നബിമാരും ദുആരന്നറാറ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ദുആരന്നറ്. പരിശുദ്ധ ഖുർആനിൽ എല്ലാ നബിമാരെ ദുആവും ഞങ്ങൾക്ക് പഠിപ്പാട്ടിരു. ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ ദുആ ഉണ്ട്, ഇബ്രാഹിം നബിയുടെ ദുആ ഉണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമുടെ ദുആ ഉണ്ട്, ആദം നബി അലൈഹിസ്സലാമുടെ ദുആ ഉണ്ട്. എല്ലാ നബിമാരെ ദുആവും പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടിരു. പക്ഷേ ഒരു സന്ദർഭത്തില് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആരന്നിട്ടാകുമ്പോ ആ ദുആത്തുക ഉത്തരം കിട്ടുക 200 വർഷം കഴിഞ്ഞിട്ട് മഹാന്മാർ ചെല്ലറ്. ദ്വാരന്നപ്പമേ ഉത്തര കിട്ടണുണ്ട് നാടും നിങ്ങൾ മുമ്പിരിക്കട ഞങ്ങളെല്ലാരെ മനസ്സിലുള്ള ആസ. പക്ഷേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളെല്ലാരെ ബാപ്പ ഒന്നാമത്തെ നബി. ഈ ലോകത്തിൽ വെച്ചിട്ട് അല്ലാഹു തആല പടച്ച ഒന്നാമത്തെ മനുഷ്യജീവി മഹാനായ നബിയുന ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആരന്നപ്പ ആ ദുആത്ക്ക് ഇജാബത്ത് കിട്ടുക 200 വർഷം കഴിഞ്ഞിട്ട് മഹാന്മാർ നമുക്ക് പഠിപ്പാട്ടണം. അതേപോലെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരന്നപ്പവും 1.5 വർഷം കഴിഞ്ഞിട്ട് ദുആത്ക്ക് ഇജാബത്ത് കിട്ടിയോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആരന്നപ്പവും 3 ചില്ലറ വർഷം കഴിഞ്ഞിട്ട് ദുആത്ക്ക് ഇജാബത്ത് കിട്ടിയേ. എന്തുക ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ വെച്ചിട്ട് അത്യന്ത ഉത്തമമായ വ്യക്തി. നബി തങ്ങളെ പോലത്തെ ഒരു വ്യക്തി ദുനിയാവിൽ ലോകത്തൊരാൾക്കും കാട്ടുക സാധ്യമല്ല. അത്രയും സൗമ്യ സ്വഭാവമുള്ള, അത്രയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിഷയത്തിൽ, ഈ സമുദായത്തെ വിഷയത്തിൽ, ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. എവിടെല്ലാം അല്ലാഹുവിന്റെ പേരുണ്ടാ അവിടെല്ലാം നബി തങ്ങളെ പേരുണ്ടോ. എവിടെല്ലാം അല്ലാഹു തആലയുടെ മേൽ പുകളുടെ ഭാഗം ഉണ്ടാ അവിടെല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകളുടെ ജാഗയുണ്ടോ. നബി തങ്ങളെ പേരില്ലാണ്ട് അല്ലാഹുവിന്റെ പേര് കാണുക സാധ്യമല്ല. അല്ലാഹുവിന്റെ പേരില്ലാണ്ട് നബി തങ്ങളെ പേര് കാണുക സാധ്യമല്ല. അത്രയും വലിയ ഇനി പണ്ട് ഖിയാമത്ത് നാൾ തോൽത്തെ എല്ലാ മുസ്ലിം ഉമ്മത്തിനെയും നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ദുആ പഠിപ്പാട്ടിയ മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ ഇണ്ട് മുസ്ലിമായിട്ടൂടെ ജീവിച്ചോണ്ടിരുന്നെങ്കിൽ അതും കാരണം മുഹമ്മദ് മുസ്തഫ. ഇണ്ട് ഞങ്ങ മുസ്ലിം ചെല്ലുടെ അഡ്രസ്സില് പള്ളിയിലും മദ്രസത്തിലും ഈ സമുദായത്തിലും സേവാക്കിയോണ്ടിരുന്നെങ്കിൽ ഇതെല്ലാത്തും കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങ എന്തിനെ കേട്ടെങ്കിലും അല്ലാഹു തആല അപ്പമേ കൊടുത്തോണ്ടിരുന്നത്. ആ നബി തങ്ങ പോലും ഒരു സന്ദർഭത്തിൽ ദുആരന്നപ്പ 8 വർഷം കഴിഞ്ഞിട്ട് ആ ദുആത്ക്ക് ഇജാബത്ത് കിട്ടിരേണ്ട സ്വഹീഹുൽ ബുഖാരിയിലുണ്ടോ. അതുകൊണ്ട് മുഅ്മിനേ ദുആരന്നപ്പമേ ഉത്തര കിട്ടണോണ്ട് ബിയരിക്കണ്ട. രോഗത്തുകുല്ല മറந்து കുടിച്ചപ്പമേ നന്റെ നൊമ്പല നിക്കണോണ്ട് നീ ബിയരിക്കണ്ട. അതിಗೆല്ലാത്തും കാലതാമസമുണ്ടോ. അല്ലാഹു തആല ഓരോന്നും സമയവും സന്ദർഭവും നിശ്ചയിച്ചറ. ചില ദുആത്തിൽ അല്ലാഹു തആല വേഗ ഖബൂലാക്കടാ. അങ്ങനത്തെയും ചില ദുആകളുണ്ട്. ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തില് മദീനത്തെ പള്ളിക്ക് 6 ബായിലിന്ത്. മദീനത്തെ പള്ളിക്ക് 6 ബായിൽ. ഒന്നാമത്തെ ബായിൽ ബാബുസ്സലാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗളാ ശരീഫിക്ക് തിരിഞ്ഞിട്ട് സലാം ചൊല്ലുക വേണായിട്ടുള്ള ബായിൽ. രണ്ടാമത്തെ ബായിൽ ബാബുൽ ബഖീഅ ജന്നത്തുൽ ബഖീഅക്ക് പോകുവേണായിട്ട് ഖബർസ്ഥാനത്തേക്ക് പോകുവേണായിട്ടുള്ള ബായിൽ. മൂന്നാമത്തെ ബായിൽ ബാബുൻ നിസാ
പെണ്ണിങ്ങക്ക് വേണായിട്ടുള്ള ബായിൽ പെണ്ണിങ്ങക്കുള്ള ബായിൽ ചൊല്ലുമ്പത്തുകു ചൊമ്മത്താൽമാർ പെണ്ണിങ്ങക്ക് പള്ളിക്ക് പോകുണ്ടാണ്ട് ധരിക്കുവാറ്. അങ്ങനല്ല, അവിടെ ബാബുൻ നിസാ ഉണ്ട് പേര് പറകില്ല. കാരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകു മദീനത്തെ പള്ളിയിൽ പെണ്ണിങ്ങളായ ചൊമ്മ ഉമ്മമാർ പെങ്ങന്മാർ വന്നിട്ട് നബി തങ്ങളൊട്ടുകു മസ്അല കേട്ടോണ്ടിന്നാറ്, ക്വസ്റ്റ്യനാക്കിയോണ്ടിന്നാറ്, ദീന്റെ ಬಗ್ಗೆ പഠിച്ചോണ്ടിന്നാറ്. അതല്ലേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടുകു ചെന്നോ, യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ സ്വഹാബീങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കണറ്, ആ സ്വഹാബീങ്ങൾ ഡെയിലി അല്ലാഹുവിന്റെ ഇൽമു പഠിക്കണറ്, അത് എല്ലാത്തും അവകാശമുണ്ട്. പക്ഷേ പെണ്ണുങ്ങളായ ഞങ്ങൾക്ക് ഇൽമു പഠിക്കുള്ള അവകാശം ഇല്ലല്ലേ നബിയെ എന്ന് ചെന്നപ്പോഴത്തേക്ക് അവിടെ ബാബുൻ നിസാഇന്റെ ചർച്ച വേണ്ടതും അവിടെ ഒരു ബായിലെ ക്രിയേറ്റ് ആവുന്നതും പെണ്ണുങ്ങൾക്ക് വേണമായിട്ട് സെപ്പറേറ്റ് ജാഗ. പെണ്ണുങ്ങളെ ജാഗ ചൊല്ലുമ്പോ അതിന് പ്രത്യേകമായ ഗൗരവമുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചൊല്ല്, പെണ്ണിങ്ങ ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും സ്വഹാബീങ്ങ പെണ്ണുങ്ങളെ ബായിലൂടെ പോയോണ്ടില്ലാത്ത പെണ്ണിങ്ങ ഇല്ലാത്ത സന്ദർഭത്തിൽ തീരെ പെണ്ണിങ്ങ ആ ഭാഗത്തിലില്ല. പെണ്ണുങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ ആ ടൈമുലൈറ്റിക്കട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും പളക്കപരിയോഗും അങ്ങക്ക് സംശയ നിവാരണത്തും അല്ലാഹുവിന്റെ ദീൻ പഠിക്കുകയുള്ള അവകാശ. പക്ഷേ പെണ്ണിങ്ങ ഇല്ലാത്ത ആ സന്ദർഭത്തിൽ പോലും ഒരു സ്വഹാബീങ്ങവും ആ ബായിലൂടെ കടന്നുപോയിട്ടില്ല. അത്രയും അന്യ സ്ത്രീകൾ നോക്കുകയെ തീരാണ്ട്, അന്യ സ്ത്രീകൾ പോണ്ട തെരുവിലെ പോകുക തീരാണ്ട് ഇസ്ലാം നിങ്ങൾക്ക് പഠിപ്പാട്ടിയത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ പള്ളിയിൽ നിന്ന് മൂന്നാമത്തെ ബായിലേറ്റിക്കിട് ബാബുൻ നിസാ, നാലാമത്തെ ബായിലേറ്റിക്കിട് ബാബു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളൊട്ടുകു അത്യന്ത പ്രീതിപൂർവകായ വ്യക്തി, ലോകത്തിൽ വെച്ചിട്ട് നബി തങ്ങൾക്ക് യാറെ പിർസവുള്ള വ്യക്തി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അംബിയാ മുർസലീങ്ങൾ ഞങ്ങൾ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനത്തിൽ എണ്ണപ്പെടുന്ന സ്വഹാബി അതായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളെ എല്ലാ ടൈമിലും എല്ലാ കഷ്ടത്തിലും സുഖത്തിലും ഒട്ടുകെ ഇന്ന സ്വഹാബി നബി തങ്ങൾക്ക് വേണായിട്ട് അല്ലാഹുവിന്റെ ദീനുകു വേണായിട്ട് സർവസ്വവും സമർപ്പണാക്കിയ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വേണായിട്ട് ഒരു ബായിൽ അവിടെ ഉണ്ടാക്കിയത്. എന്തുകാ ബായില് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ അകയുന്ന പക്ക, അതുകൊണ്ടിട്ട് ആ ബായിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ പേര് വന്നരേ. അങ്ങനെ അഞ്ചാമത്തെ ബായില് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബായിൽ കിട്ട പേര് ബാബു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹിയത്ത് പാട്ടിയോണ്ടിരുന്ന ബായില്. ആറാമത്തെ ബായിലേറ്റിക്കിട് ബാബു സലാമ അല്ലെങ്കിൽ ബാബുർ റഹ്മ, ഈ രണ്ട് പേരിൽ അറിയപ്പെടും. ഇണ്ട് ബാബുർ റഹ്മാൻ മദീനത്തെ പള്ളിയിൽ പോയെങ്കിൽ കണ്ട് ആ ബായിൽ പ്രത്യേകമായിട്ട് ബാബുർ റഹ്മാൻ പേര് പറകില്ല. കാരണം ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു നാല് മിമ്പറിൽ പത്തിട്ട് വെള്ളിയാഴ്ച രണ്ട് ഖുതുബ ഓതിയോണ്ടുണ്ടോ. ഖുതുബ ഓതിയോണ്ടിന്ന ടൈമുലദാ ഒരു സ്വഹാബി ഖുതുബത്തെ ഇടലദ ഓടിയോണ്ട് പർത്തര ബണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഖുതുബ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിട്ടിക്കട് ഒരു സ്വഹാബി ഇങ്ങനെ പർത്തര ഉൽഗത്ത് ഓടിയോണ്ട് വന്നിട്ട് യാ റസൂലല്ലാഹ്, നബിയേ മദീനത്തിൽ തണ്ണിയില്ല നബിയേ, മദീനത്തെ റായത്തിൽ കുടിക്കൂ തണ്ണിയില്ല നബിയേ, ചെറിയ മക്കളെ പിടിച്ചിട്ട് വലിയങ്ങത്തോളം എല്ലാരും ബൊബ്ബയിട്ടോണ്ടുള്ളാറ് നബിയേ, കുടിക്കൂല്ല തണ്ണിയില്ല. മനുഷ്യന്മാർക്ക് പ്രത്യേക കാര്യാക്കണോണ്ടായെങ്കും തന്നി വേണു. എത്ര കോടിക്കണക്കിൽ പൈസ ഇന്നിട്ടും കാര്യമില്ല, എത്ര സമ്പത്തിന്നിട്ടും കാര്യമില്ല. ഒരു തുണ്ട് തണ്ണിയില്ലെങ്കിൽ ലോകത്തൊരാളും ജീവിക്കുക സാധ്യമല്ല. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകോ സ്വഹാബി വന്നിട്ടതാ ഖുതുബ ഓതിയോണ്ടിരിക്കുമ്പോ ജുമുഅത്തെ ഇടയിൽ എല്ലാ സ്വഹാബിയും വെച്ചിട്ടുള്ളാർ. ആ സ്വഹാബി സമയം നോക്കില്ല, ആ സ്വഹാബി സന്ദർഭം നോക്കില്ല. ആ സ്വഹാബി അതാ നബി തങ്ങളൊട്ടുകു പൊപ്പിട്ടിട്ട് ചൊന്തോ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് കുടിക്കൂല്ല തണ്ണിയില്ല നബിയേ.
മദീനത്തിൽ തണ്ണിയില്ല നബിയെ, മദീന റായ ഇടി ബത്തി പോയിട് നബിയെ എന്ന് ചെന്നപ്പ ഷഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ സ്വഹാബി ചെന്നിട്ട് തീർക്കലോടുകൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മദീനത്തിൽ തണ്ണിക്ക് വീണായിട്ട് ദുആരന്ത് സുബ്ഹാനല്ലാഹ്. നല്ല ചൂടുള്ള കാല, തെല്ലുപോലും മലപറകുള്ള അവസ്ഥയില്ലാത്ത കാല, ഒരു തെല്ലുപോലും ക്ലൈമറ്റ് ചേഞ്ച് ആവാത്ത കാല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അല്ലാഹുറൊട്ടുകു കൈവയത്തിട്ട് ദുആരന്നപ്പ അല്ലാഹു ദുആത്തുകു ഉത്തര കൊടുത്ത. ജുമാ കഴിഞ്ഞിട്ട് മുഅ്മിനീങ്ങളെല്ലാം പുറത്തു പോകുമ്പോ നല്ല മല മദീനത്തിൽ വന്ന് അല്ലാഹു തആല നബി തങ്ങളുടെ ദുആത്തുക അപ്പമേ ഇജാബത്ത് കൊടുത്തതുള്ള ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ മല വന്ന് ഇടീ മദീന റായത്തുക്ക് തണ്ണിയായിട്ട് എല്ലാ കിണവും അതേപോലെ പൊലയും എല്ലാം മുങ്ങിത്ത് തണ്ണി നിറക്കിട ജാഗലെല്ലാം തണ്ണി നിറഞ്ഞിട്ട് ഒരു വാര കണ്ടിന്യൂ മല വന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ച ജുമാഅത്തുൽ ഖുതുബയോണ്ടിക്കുമ്പോ കഴിഞ്ഞ വാര വന്ന സ്വഹാബിയ അല്ലെങ്കിൽ വേറെ ഒരു സ്വഹാബിയ അതാ മദീനത്തെ പള്ളിക്ക് ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ മുട്ട ബന്ത് രണ്ടാമത്തെ വെള്ളിയാഴ്ചയും നബി തങ്ങൾ ഖുതുബ ഓതിയോണ്ടുണ്ടോ. ആ സന്ദർഭത്തിൽ ബന്ന സ്വഹാബി നബി തങ്ങളൊട്ടുകു ചൊന്തു നബിയേ മലമൈ നബിയേ നിങ്ങ മല നിപ്പാട്ടുകു വേണായിട്ട് ദ്വാരക്കൊരു ഒരു വാറൈത്ത് മല വന്നോണ്ടുണ്ടു. ഇനിയും മല വന്നെങ്കിൽ മദീനത്തുള്ള സർവ്വ സമ്പത്തും നാശാവുടു നബിയേ, ഞങ്ങളെല്ലാരും അകവും നശിഞ്ഞു പോണ്ടു നബിയേ, അതുകൊണ്ട് നിങ്ങൾ നിപ്പാട്ടൊരു അല്ലാഹുറൊട്ടുകു ദ്വാരക്കൊരു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു കാര്യം അല്ലാഹു തആലറൊട്ടുകു കേട്ടിട്ടുണ്ടെങ്കിൽ നബി തങ്ങ റിട്ടൺ റിക്വസ്റ്റ് ആക്കാണ്ട് അത് സ്റ്റോപ്പ് ഇല്ല. താജുൽ ഉലമയുടെ ചരിത്രമേ നിങ്ങൾ എടുത്തു നോക്കൂ. താജുൽ ഉലമറൊട്ടു ഒരാൾ ഒരു ഹിരിയ വ്യക്തി താജുൽ ഉലമയുടെ വഫാത്തിൽ വേണ്ടിയിട്ട് സംഭവിച്ചുണ്ടോ. മക്കയില്ല ചെന്നിട്ട് താജുൽ ഉലമയുടെ മുട്ട വന്നിട്ടാകുമ്പോ അല്ലാഹു നിനക്ക് ഒരുപാട് മക്കളെ തരട്ടെ എന്ന് ചൊല്ലുന്നു. ഉടിപ്പ് ഭാഗത്തെ വ്യക്തി ഇണ്ട വ്യക്തി ചൊല്ലു താജുൽ ഉലമയുടെ ദുആത്തുകുല്ലെ അല്ലെങ്കിൽ ആ പലക്കത്തുകുല്ലെ ആ സന്ദർഭത്തുകുല്ലെ പ്രതിഫല അല്ലാഹു തആല പൗനാറു മക്കളെ തന്ന പൗണാറു മക്കൾ അല്ലാഹു തആല കൊടുത്ത ആ മഹാന്മാരെ ബായിൽ ബണ്ട വലിയ ബറക്കത്തുള്ള പലക്ക അത് വലിയ റാഹത്തായിട്ടിക്കട് വലിയ ബറക്കത്തായിട്ടിക്കട് അത് കഴിട്ടിക്കട് ഞങ്ങൾ മഹാന്മാരെ മുട്ട പോണ്ടേ അങ്ങനെ മുട്ട എന്ത്ര ദുആ കിട്ടു അങ്ങനെ മുട്ട എന്ത്ര ബായിരെ അങ്ങനെ ബായിരെ എന്ത്ര ബൂൾഡ് അത് കഴിട്ടിക്കട് ഞങ്ങൾ പോണ്ടോ. അങ്ങനെ മഹാനായ ഈ സ്വഹാബി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്ന് നബിയെ മല വന്നിട്ട് ഇടീ റായ മുങ്ങി പോയിട്ട് നബിയെ ഞങ്ങൾക്ക് വേണായിട്ട് മല നിൽക്കുക നിങ്ങൾ ദുആറക്കൊരു. ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഖുതുബത്തടലദാ രണ്ട് കൈയും വയത്തിട്ട് ദുആറന്ത് അല്ലാഹുവേ ഞങ്ങളെ മദീനത്തുക്ക് വേണാവുടത്തര തന്നെ കിട്ടിയത് ഇനിയും മദീനത്തിൽ മല വന്നെങ്ക് മുങ്ങി പോകും സാധ്യതയുണ്ടോ. അതുകൊണ്ട് ഇപ്പൊ സത്യത്തുക്ക് മലമൈ ചെന്നിട്ട് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദുആരക്കിട് ആ ദുആത്തുക്ക് ഇജാബത്ത് കിട്ടര് മദീനത്തിൽ ബന്ന മലദാ സ്റ്റോപ്പാവുടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ സ്വഹാബി ഒന്നാമത്തെ വെള്ളിയാഴ്ച ബന്നബായിലും രണ്ടാമത്തെ വെള്ളിയാഴ്ച മല നിപ്പാട്ടുകു വേണായിട്ട് ബന്ന തെറുവും അതായിട്ടിക്കട് ബാബുർ റഹ്മ ആ ബായിൽ കഴിട്ടിക്കട് ബാബുർ റഹ്മ ചെല്ലുടെ പേര് വന്നറോ. അങ്ങനെ വ്യത്യസ്തമായ ബായില് മദീനത്തു കൊണ്ടു മദീനത്തുക്ക് പോവുകയും പരിശുദ്ധമായ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുകയും മർദിയായ സിയാറത്താക്കുകയും അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ദുആരക്കണം കണ്ണുകെട്ട ദുആ ഞങ്ങളെ ദുആവകു തീറ കണ്ണുകെട്ട ദുആരക്കട എത്രമാ ആൽമറുള്ളർ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ കാലത്തില് മൂസാ നബി അലൈഹിസ്സലാത്തു കാലത്തില് സംഭവിച്ച ഒരു കാര്യ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വഹാബീങ്ങൾക്ക് ഇങ്ങനെ ചെന്നു കൊടുക്കടോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഓരോ സ്വഹാബീങ്ങളെ ബഗ്ഗയും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഓരോ നബിമാരെ ബഗ്ഗയും സ്വഹാബീങ്ങൾക്ക് പഠിപ്പാട്ടി കൊടുക്കടോ. എന്തൊക്കെ വേണായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ കാര്യ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ കാര്യ,
യൂനുസ് നബി അലിഹിസ്സലാമുടെ കാര്യ, യൂസുഫ് നബി അലിഹിസ്സലാമുടെ കാര്യ, അല്യസ നബി അലിഹിസ്സലാമുടെ കാര്യ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ നബിമാരെയും ചരിത്ര ഉണ്ട് ഞങ്ങൾ പഠിച്ചോണ്ടിരുന്നെങ്കിൽ ഇതിಗೆല്ലാത്തതും കാരണ ഈ ചരിത്ര ഞങ്ങളിൽ എത്തുള്ള മൈൻ കാരണമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങായിട്ടിക്കടെ ഓരോ കാലത്തിൽ നടന്ന സംഭവങ്ങളും. അങ്ങനെ മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമുടെ കാലത്തിൽ നടന്ന ഒരു സംഭവ സ്വഹാബിയങ്ങൾക്കിടയിൽ വിവരിച്ചു കൊടുക്കൂ. മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമ്മ സ്വലാത്ത് നങ്ങ ചൊല്ലണോ, സ്വലാത്ത് ചൊല്ലോ കേട്ടിക്കടെ ഇങ്ങനത്തെ മജ്ലിസ് ആക്കടോ. നബി തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലാത്തെ കഞ്ചൂസ് ഞനങ്ങാവകുതീറ. നബി തങ്ങളെ പേര് കേൾക്കുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. കാരണം എന്തേ? നാളെ എല്ലാ നബിമാരും ഖിയാമത്ത് നാളിൽ ഞങ്ങളെ പിറവുകെടുത്തറ്. എല്ലാരും പിറവുകെടുത്തുമ്പോ ഞങ്ങൾക്ക് ശഫാഅത്ത് തറകു അർഹതയുള്ള ഒരേ ഒരു നേതാവ്. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻ ളാഅയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഈ സമുദായത്തെ ഉമ്മത്തിങ്ങക്ക് വേണായിട്ട് നാളെ റബ്ബുടെ മുന്നലു കേക്കിടെ ദുആരക്കിടെ ഒരേ ഒരു നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിത്തങ്ങളെ മേൽ ഞങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണോ. വെച്ചവിടം സ്വലാത്ത് ചൊല്ലണോ, നടക്കുമ്പം സ്വലാത്ത് ചൊല്ലണോ. ഞങ്ങളെ എന്തൊരു സൊറയിന്നെങ്കും ഉമ്മമാർ പെങ്ങന്മാർ ഔത്തുല് ഞങ്ങളെ എന്തൊരു സൊറയിന്നെങ്കും ടോയ്ലറ്റ് ബാത്റൂമിലല്ലാത്ത ഏത് സന്ദർഭത്തിലും ചൊല്ലുക അനുവദനീയമായ കാര്യമായിട്ട് സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിത്തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ആ നബിത്തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിട്ടു കാലി സ്വലാത്ത് മാത്രം വർദ്ധിപ്പിച്ചിട്ട് എത്ര ഉമ്മ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവു കണ്ടರು. എത്ര മുതഅല്ലിമീങ്ങ കണ്ടರು, എത്ര ആലിമീങ്ങ കണ്ടರು. ഈ കാലഘട്ടത്തിൽ ഈ മുറ്റത്തിൽ ഞങ്ങളിൽ നിന്ന് വഫാത്തായി പോയ മഹാനായ താജുശ്ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ്, അല്ലാഹുവേ ദറജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനേ. താജുശ്ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ് എത്രമാ ബട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവുൽ കണ്ടറ്. ആ മഹാന്മാർ കിനാവുൽ കാണുള്ള കാരണ നബി തങ്ങളൊട്ടുള്ള മഹബ്ബത്ത് മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് ബേണായമേ മഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ജീവിതമേ ചേഞ്ച് ആവുക കാരണോട് സ്വലാത്ത്. എന്തു ബേജാറിന്നെങ്കും സ്വലാത്ത് ചൊല്ലൂ. നിന്റെ തടിയിൽ മാറാത്ത രോഗമുണ്ടാ സ്വലാത്ത് ചൊല്ലൂ. നിക്ക് ഉദ്ദേശ പൂർത്തിയാവുക ബാക്കിയുള്ളതുണ്ടാ സ്വലാത്ത് ചൊല്ലൂ. മദീനത്തുക്ക് പോവണ സ്വലാത്ത് ചൊല്ലൂ. ഉംറത്തുക്ക് പോകണ സ്വലാത്ത് ചൊല്ലൂ. നിന്റെ മൂല മങ്ങിലാക്കി കൊടുക്കണ സ്വലാത്ത് ചൊല്ലൂ. നിന്റെ കഷ്ട തീരണ നീ സ്വലാത്ത് ചൊല്ലൂ. ഏത് ബേജാറിന്നെങ്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലൂ. സ്വലാത്ത് എത്ര ഞങ്ങൾ ചെന്ന ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെ റായത്തിലും അത്ര ബർക്കത്ത്. മദ്ദടക്ക റായത്തിൽ ഇത്രയും വലിയ വിശാലമായ പള്ളി, ഇത്രയും വലിയ കാര്യക്രമ ഇതെല്ലാം ആവകൂ. ഇവിടെ ദീനി കാര്യക്രമ എല്ലാം ആവകുള്ള കാരണമേ ഞങ്ങളെ പള്ളിയിൽ നടക്കുന്ന വാറത്തെ സ്വലാത്ത് മജ്ലിസ്. അത് ബണ്ടങ് എത്ര ആളുള്ള ഞങ്ങളെ റായത്തില് നേരാസരണ്ടായിട്ട് സ്വലാത്ത് മജ്ലിസ്. സാധാരണ എല്ലാ പള്ളിയിലും ബേലാസ സ്വലാത്ത് മജ്ലിസ് ആവും. മദ്ദടുക്കത്തില് നേരാസ അസ്തമിച്ച തിങ്കളാസ ജാവും. എന്തൊക്കെ വേണായിട്ട് ബേലാസരണ്ട് ഞങ്ങളെ ആൾമാർ ഡ്യൂട്ടിക്ക് പോയിട്ട് അങ്ങ് ബിസി ലിക്കിടറ്, അങ്ങനെ ഷെഡ്യൂൾ ബിസി ഇക്കിട്. അതുകൊണ്ട് ബേലാസരണ്ട് സ്വലാത്ത് വേണ്ട ചൊന്നിട്ടു നേരാസ അസ്തമിച്ച തിങ്കളാസ മോന്തി കൂടെ സ്വലാത്ത് മജ്ലിസ് നടക്കട്. 350 ഉത്തര മൂമിനീങ്ങളിൽ എത്ര ആൾമാർ ഞങ്ങൾ സ്വലാത്ത് വേണ്ട അവലോകനാക്കണോ. പിന്നെന്തര മുസ്ലിമു നങ്ങ പിന്നെങ്ങനെ ഞങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്ട് മഹബ്ബത്തുള്ളങ്ങ. അവിടെ കാലി നബി തങ്ങളെ പേര് ചൊന്നതുകൊണ്ടായില്ല. നബി തങ്ങളെ പേരിൽ നടക്കുന്ന പ്രതി ഒരു കാര്യക്രമത്തും ഞങ്ങൾ സമ്പൂർണമായ തനു മന ധന ഞങ്ങൾ സഹായിക്കണോ. സ്വലാത്തു മജ്ലിസിക്ക് ഞങ്ങളെ മക്കളെ ഞങ്ങൾ കൊടുത്തണോ. ഞാറാസരണ്ട് സുബൈಗೆ മദ്രസാക്കിട്ട് തീർക്കിടെന്ത് അണ്ട് മഗ്രിബുൽ പിന്നെ നടക്കുന്ന സ്വലാത്തു മജ്ലിസിക്ക് ഞങ്ങളെ വിദ്യാർത്ഥി എത്തട്ട്. എത്ര ഉമ്മമാർ മക്കളെ സ്വലാത്ത് മജ്ലിസ് കിടത്തറ ഭാരി ബേജാറിന്റെ വിഷയിട്ടിക്കട്.
ഇത്ര വലിയ ജമാഅത്തുല്ല ഞങ്ങ ഒരു നേറാസ് അസ്തമിച്ച തിങ്കളാസിലുണ്ട് നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് ഞങ്ങൾക്ക് എത്തുകയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് വലിയ സമൂഹത്തിന് നഷ്ടമായിട്ടിക്കട്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ആഫത്ത് വരാണ്ടിക്കടേ, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ഔത്തുൽ റാഹത്തില്ലാണ്ടിക്കടേ, പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് രോഗ തപ്പാണ്ടിക്കടേ. എപ്പോഴും ചിലർ ഉസ്താദെ ഔത്തുൽ ഒരു രോഗമല്ലെങ്കിൽ ഒരു രോഗ, ഒരു കഷ്ടല്ലെങ്കിൽ ഇനൊരു കഷ്ട, ഒരു ബേജാറല്ലെങ്കിൽ ഇനൊരു ബേജാറ്, തീരുന്നതേ ഇല്ല. ഒന്ന് തീരുമ്പോ ഇനൊന്നു തീരുമ്പോ ഇനൊന്നു, അങ്ങനെ നിരന്തര കഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നോട്ടേക്കിട്. എങ്ങനെ വേണ്ടോ, എങ്ങനെ വരാണ്ടിക്കടോ. സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോ നിങ്ങൾക്ക് പുറസത്തില്ല. മഗ്രിബ് ഇശാ ഇരടൽ മഹാന്മാർ ഇജാസത്ത് തന്ന സ്വലാത്ത് നടക്കുമ്പോ ആ സ്വലാത്ത് ഒരു അരഗണ്ട വന്നിട്ട് തേക്കുകയോ. നിങ്ങളായത്തോ ആണിങ്ങവും ചെറിയ മക്കവും മദ്രസ വിദ്യാർത്ഥിങ്ങവും സമയമില്ല. അത്രയും ഞങ്ങൾ ബിസിയായി പോയിടാ. ഞങ്ങൾ നാളെ മരിക്കൊണ്ടു ചെല്ലുടെ ബോധമില്ല. ഇണ്ട് ഞങ്ങളെ ആയുസ്സുക്ക് ഗ്യാരണ്ടി ഇല്ല. പ്രതി ഒരു പ്രൊഡക്റ്റും ഞങ്ങൾ പർച്ചേസ് ആകുമ്പോ ആ പ്രൊഡക്റ്റ് ഗ്യാരണ്ടി ഉണ്ടാ, ആ പ്രൊഡക്റ്റ് വാറന്റി ഉണ്ടാ. നാണും നിങ്ങളും കേക്കടാ. പക്ഷേ ഈ വാറന്റി കേക്കടനക്ക്, ഈ ഗ്യാരണ്ടി കേക്കടനക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ടോ നാണും നിങ്ങൾ അവലോകനാക്കണോ. ഇണ്ട് ജാവു ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് ഉറങ്ങിട്ട് സുബഹിക്ക് നാളെ എനിക്കട ചൊല്ലുടെ ഗ്യാരണ്ടി ഞങ്ങൾക്കില്ല. ഉടനെച്ച് ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഈ വർഷ താജുൽ ഉലമ റിലീഫ് സമിതിയുടെ ഈ കാര്യക്രമത്തിൽ ഇന്ന് ഞങ്ങൾ ബണ്ട വർഷാകുമ്പോ ഈ കാര്യക്രമത്തിൽ ഉലമ ഞങ്ങൾക്ക് വന്നില്ല. കഴിഞ്ഞ താജുൽ ഉലമ റിലീഫ് സമിതിയുടെ കാര്യക്രമം നടക്കുമ്പോ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കൂടെ നടന്ന് ഹെൽപ്പ് ലൈനിന്റെ കാര്യക്രമം നടക്കുമ്പോ ഞങ്ങളൊട്ടുകില്ല. ചുമത്താൽമാരുണ്ട്, ഞങ്ങളൊട്ടുകില്ല. നാളെ ഞങ്ങളെയും അങ്ങനമേ അവസ്ഥ ഇണ്ട്. ഞങ്ങളെ പേര് ചൊല്ലുക ആളുണ്ടോ, ഞങ്ങൾക്കുണ്ട് സന്മാനാക്കുകാലുണ്ടോ, ഞങ്ങൾ വരുമ്പോ എണിച്ചു നിൽക്കുകാലുണ്ടോ, ഞങ്ങൾ കൈ കൊടുക്കുമ്പോ രണ്ട് കൈയും തറുകാലുണ്ടോ. പക്ഷേ നാളെ ഞങ്ങൾ മരിച്ചിട്ടാകുമ്പോ മൊയ്നുദ്ദീന് ചെല്ലുടെ പേര് നണ്ടത് അസ്തമിക്കുമ്പോ, മയ്യത്ത് ചൊല്ലുടെ അഡ്രസ് ഞങ്ങളെ പേരിൽ പറയുമ്പോ നന്റെ തിരിഞ്ഞു നോക്കൂടെ ആളില്ല. മഹാനായ താജുൽ ഉലമയുടെ ജീവിച്ചത്, മഹാനായ ശംസുൽ ഉലമയുടെ ജീവിച്ചത് ഇണ്ടും ഈ സമുദായം നടപ്പാക്കിയോണ്ടിന്നെങ്കിൽ ആ രണ്ട് മഹാന്മാരും ഈ ഉമ്മത്തുക്ക് കാട്ടിത്തന്നു അഹ്ലുസ് സുന്ന വൽ ജമാഅ. അത് ഞങ്ങൾ മുറുകെ പിടിക്കണോ. ആ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലെ ആശയത്തെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ പള്ളിയിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ്, ആ സ്വലാത്ത് മജ്ലിസിൽ ഞങ്ങൾ എത്തണോ. ഉമ്മമാരെ പെങ്ങന്മാരെ ഞങ്ങൾ ഔത്തുല്ല ആണിങ്ങളെ ഞങ്ങൾ കടത്തണോ. ആ സ്വലാത്ത് മജ്ലിസിൽ ഞങ്ങൾ എത്തുപാട്ടണോ. ഞങ്ങൾ ഔത്തുൽ ബർക്കത്ത് വേണ. ഞങ്ങൾ ഔത്തുല്ല ആണിങ്ങളെയും ഞങ്ങളെ ബാപ്പമാരെയും ഞങ്ങളെ മാപ്പിളമാരെയും ഞങ്ങൾ ജമാഅത്ത് പള്ളിക്ക് കടത്തണോ, സ്വലാത്ത് മജ്ലിസിൽ കടത്തണോ. ഞങ്ങൾ ഔത്തുൽ ബർക്കത്ത് വേണ്ട. ആരും ബേജാറാക്കണ്ട. അല്ലാഹുവിന്റെ ദീൻ അത് ചെല്ലണായ സന്ദർഭത്തിൽ ചെന്നിട്ടില്ലെങ്കിൽ അല്ലാഹു തആല നാളെ ഞങ്ങളൊട്ടു കേൾക്കൂ. അതുകൊണ്ട് നാണ് നിനപ്പാക്കിയോണ്ടില്ലേ ഗൗരവത്തിലെടുക്കണു. പരിശുദ്ധമായ റമളാൻ വന്നിട്ടാകുമ്പോ വർഷത്തിലൊരുക്ക പള്ളിക്ക് പോകുകൊണ്ട് വിചാരിച്ചിട്ട് കുറെ ആൾമാർ റമളാനിൽ പള്ളിക്ക് വന്നത് റമളാൻ തീന്നിട്ട് പെരുന്നാളാക്കുമ്പോ കെട്ടിയിട്ട് ഇബ്ലീസിനെല്ലാം വിട്ടിട്ടാകുമ്പോ പള്ളിയിൽ ആളുകളോട് എയ്ത്ത്. ഞാൻ ഒരു ടൈറ്റൽ നാ നോക്കിയ റമളാൻ കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പിൽ അറബിയിലുള്ള ഒരു ടൈറ്റൽ. എന്താ ടൈറ്റലുള്ളോ ഒരാള് സ്റ്റേറ്റസില് റമളാനിന് വന്ന ഗസ്റ്റുമാരെല്ലാം പോയാറ്, ഔത്തുറങ്ങ മാത്രം ബാക്കിയായാറുണ്ട്. പള്ളിയില് ഒരു 4 ആള് നിന്റെ മാഷാ അല്ലാഹ്. നാളെ ബഹുമാനപ്പെട്ട ദേവറശോല ഉസ്താദ് ഞങ്ങളെ വേദിക്കുക കൊറിയ ടൈമറുണ്ട്. ഞങ്ങളെ റായത്ത് എത്തിരു മദ്ദടക്കത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് കൊറിയ നേരത്തെ ഉൾക ഇവിടെ എത്തിരു. അവിടെ പരിസരത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങ അവിടെ ബിൽഡിംഗ് എല്ലാം ഇൻഷാ അല്ലാഹ് ആവു. നിങ്ങളുടെ ദ്വാരക്കൊരു അവിടെ നിണ്ട് തിപ്പ നോക്കിയത് കൊണ്ടൊന്നും ബിൽഡിംഗ് ഉയരാവില്ല. അതുകൊണ്ട് അവിടെ നിണ്ടങ്ങ നോക്കിടങ്ങ ചുത്തുറങ്ങ എല്ലാവരും ആയത്ര വേഗ വന്നിട്ട് ഇവിടെ ദയിക്കോറു ഇൻഷാ അല്ലാഹ്. എല്ലാവരും അവിടെ പറത്തിൽ കുറെ ഈ സൈഡിലും റോഡ് സൈഡിലും ഞങ്ങളെ മക്ക ഞങ്ങളെ ബാലക്കാരുള്ള താജുൽ ഉലമ റിലീഫ് സമിതിര് അങ്ങനെല്ലാം ആ മക്കളെല്ലാം കടത്തി ദൈപ്പാട്ടോറു. അവിടെ പെണ്ണുങ്ങളെ ഭാഗത്തും അങ്ങനെ അപരിപര ചുത്ര മക്കളെല്ലാം ദൈപ്പാട്ടോറു. ഞങ്ങളെ റായത്തിൽ വർഷത്ത് കൊടുക്ക നടക്കുന്ന വലിയ കാര്യക്രമമായിട്ട് ഈ കാര്യക്രമം ഞങ്ങൾ യശസ്വിയാക്കണായി അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമയുടെ വിഷയത്തിക്കിടന്നാണ് ചെന്നോണ്ട് വന്നോ. അതിനിടയിലാണ് സ്വലാത്തിനെ നടപ്പാക്കിയ പള്ളിയിൽ നടക്കുന്ന ഓരോ കാര്യക്രമം. ഞങ്ങളുടെ പള്ളിയിൽ തിങ്കൾ തോറുക്ക മഹ്ദറത്തുൽ ബദ്രിയ മജ്ലിസ് നടക്കുന്നത് ബദ്രീങ്ങളെ അനുസ്മരണ. ആ ബദ്രീങ്ങളെ അനുസ്മരണ
മാഷാ അല്ലാഹ്. ലാസ്റ്റ് മജ്ലിസ് കഴിഞ്ഞിട്ട് പോകുമ്പോ എല്ലാവർക്കും നല്ല തബറുക്ക് സീരണി ചോറുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ വ്യവസ്ഥ കൂടെ ആക്കി അതുക്ക് വേണമായിട്ട് സഹായിച്ചങ്ങ് എല്ലാവർക്കും വലിയ ഖൈറും ബറക്കത്തും കൊടുക്കണേ റഹ്മാനെ. അങ്ങനെ മുഅ്മിനീങ്ങളെ ഞങ്ങളെ പള്ളിയിൽ നടക്കുന്ന മഹ്ദറത്തുൽ ബദ്രിയ മജ്ലിസ് ഉമ്മമാരെ നെനപ്പ് വെച്ചോളൂ. എല്ലാ ഇംഗ്ലീഷ് തിങ്കളരെയും ലാസ്റ്റത്തെ ഡാലാസ് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പള്ളിയിൽ മഹ്ദറത്തുൽ ബദ്രിയ മജ്ലിസ് നടക്കുന്നത്. ബദ്രീങ്ങൾ അനുസ്മരണ വ്യക്തി അനുസ്മരണ അല്ല, ഞങ്ങൾ കൂടെ നടക്കണേ. ഇന്നിപ്പോ താജുൽ ഉലമയുടെ പേരിൽ നടത്തിയെങ്കിലും പള്ളിയിൽ ഉൾഗണന നടത്തുന്ന ബദ്രീങ്ങൾ അസ്മാഉൽ ബദ്രീൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിപ്പാട്ടിയെ സ്വഹാബീങ്ങളെ കൂട്ടത്തിൽ ഖുലഫാഉർ റാഷിദീങ്ങൾ കൽഞ്ഞെങ്കിൽ അത്യന്ത ഉത്തമമായ ഉന്നതമായ സ്ഥാനത്തിൽ കിട സ്വഹാബീങ്ങ ആ 313 ബദരീങ്ങളെ അനുസ്മരിക്കട മജ്ലിസ് ഞങ്ങളെ പള്ളിയിൽ തിങ്കൾ തുകർക്ക നടക്കുമ്പോ ഞങ്ങളെ ഉത്തുലുള്ള ആണിങ്ങളെയും മക്കളെയും മദ്രസത്തെ പഠിക്കണ മക്കളെയും പള്ളിക്ക് കടത്തണോ. ഞങ്ങളെ ജവാബ്ദാരി ഒരു ഉമ്മായോലും ഒരു പെങ്ങളായോലും ഒരു ഔത്തുര പെണ്ണായോൽക്കുള്ള ജവാബ്ദാരി ചൊമ്മ ഉണ്ടോ. ಅದರ ಬಗ್ಗೆ ಚೆಲ್ಲೋನುಂಟಾയെങ്കിൽ ചൊമ്മ ചൊല്ലുകൊണ്ടു. ആണിങ് ഔത്തുക വന്നാറ് സ്വറല്ല വിട്ടിട്ടു ബച്ചിട്ടുള്ളാറ് ചൊന്നിട്ട് മുണ്ടതൈ കണ്ട ജമാഅത്തൊരു ടൈമായെങ്കിൽ പള്ളിക്ക് കടത്തറോ. നിന്റെ മക്കളിൽ ബറക്കത്ത് ഉണ്ട്, നിന്റെ മക്കൾക്ക് ബുദ്ധിശക്തി ഉണ്ട്. സുബഹി ജമാഅത്ത് കടത്തറോ. സുബഹി ജമാഅത്ത് വലിയ ബറക്കത്തുള്ള ജമാഅത്ത്. ആ ജമാഅത്ത് മിത്തുനങ്ങ ആദത്താക്കിയെങ്കിൽ മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ് ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചാറുണ്ട് കണ്ടെങ്കിൽ അണ്ടത്തെ നാല് ഫുൾ അവനക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടിക്കട് അണ്ട് എന്തും സംഭവിക്കില്ല. എത്ര ബിസവുള്ള പാമ്പ് കടിച്ചെങ്കിൽ പോലും അവന്റെ ശരീരത്തിൽ ഒരു ബിസ പോലും പത്തലാണ്. സുബഹി ജമാഅത്തിൽ എത്ര വലിയ മഹത്വമുണ്ട്. ആ ടൈമിൽ ഞങ്ങൾ ചന്ത ഉറങ്ങടാ. സുബഹി നിസ്കരിക്കില്ല ചൊല്ലില്ല, നിസ്കരിക്കടങ്ങായിട്ടിക്കുവാറ്. ഞങ്ങൾക്ക് ആർക്കും ഗൊന്തില്ലല്ലേ പള്ളിക്ക് വരാത്തങ്ങളെ അവസ്ഥ. നിസ്കരിക്കടാർ എല്ലാരും ഔത്തുലൈറ്റിക്കു നിസ്കരിക്കടേ. പക്ഷേ പള്ളിയുടെ പരിസരത്തിലുള്ള പള്ളിയുടെ പരിസരത്തിലുള്ള നാളും നിങ്ങളും പള്ളിയിലല്ലാണ്ട് നിസ്കരിക്കുക തീരാ. എന്തൊരു ബിസി ഇന്നെങ്കിലും ഞങ്ങളെല്ലാരും ഔത്തുലിക്കല ടൈം ആയിട്ട് സുബഹി ജമാഅത്ത്. ആ സുബഹി ജമാഅത്ത് ഞങ്ങൾ കൂടണം. അതിലൊട്ടും ഇപ്പൊ മദ്രസ തുടങ്ങിയത് മാഷാ അല്ലാഹ്. ഞങ്ങളെ റായത്തിലും ഞങ്ങളെ ആനന്ദിലത്തിലും അതേപോലെ പാത ദർക്കാസിലും റമളാൻ കഴിഞ്ഞിട്ട് മദ്രസ തുടങ്ങിയിട്ട് പിന്നെയും റജ കൊടുത്തിട്ടു 2ാമത്തെ ടർമ് മദ്രസ തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് നാളെക്കലി 10 ക്ലാസ്സിൽ പിന്നെ ക്ലാസ് ഉണ്ട്. ആ മദ്രസ നടക്കുമ്പോ ഞങ്ങൾ ഔത്തര പെൺമക്ക ഞങ്ങൾ ഔത്തര ആൺമക്ക 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ചിട്ട് നിപ്പാട്ടി ഞങ്ങൾക്കുവാറ്. ഉമ്മ നാണന് മദ്രസത്തേക്ക് പോണ്ടില്ല, നക്ക് സ്കൂൾ എഡ്യൂക്കേഷനക്ക് പ്രോബ്ലം ആവുടു, നന്റെ SSLCക്ക് പ്രോബ്ലം ആവുടു, നന്റെ സെക്കൻഡ് PUCക്ക് പ്രോബ്ലം ആവുടു ചെന്നിട്ട് ഓരോ ഔത്തുലും ഇക്കടെ എത്രമാ മക്ക കഴിക്കുവാറ്. ഉമ്മമാരെ നിങ്ങൾക്ക് നാശ, ഞങ്ങളെ റായത്തുക നാശ, ഞങ്ങളെ സമൂഹത്തുക നാശ. അതുകൊണ്ട് മക്കളെ മദ്രസത്തുക കടത്താണ്ട് 10ാം ക്ലാസ് തോലത്തെ പ്രാഥമിക വിദ്യാഭ്യാസ പഠിപ്പാട്ടാണ്ട് ഒരു മക്കളെയും നിങ്ങൾ വിലപ്പാട്ടണ്ട. അവന് എത്ര റാങ്ക് എടുത്തെങ്കിലും അവന് വിജയിക്കില്ല. അവന് മദ്രസ പഠിക്കട്ടെ. 10ാം ക്ലാസ് തോലത്തെ പ്രൈമറി സ്റ്റഡീസ് അത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇസ്ലാമുൽ. അത് പഠിക്കാണ്ട് നീ എന്തിനെ പഠിപ്പാട്ടെ സ്കൂളു, നീ എന്തിനെ കോളേജ് പഠിപ്പാട്ടെ, അതിൽ നിനക്ക് ബറക്കത്തുണ്ടോ നീ വിചാരിച്ചേ? ബറക്കത്തിക്കില്ല. നിന്റെ ജീവനത്തുള്ള നഷ്ടായിട്ടിക്കള്. ബാപ്പമാരെ ഉമ്മമാരെ ശബ്ദ കേൾക്കൊരു ഗൗരവത്തിലെടുക്കൊരു ഒരു വിദ്യാർത്ഥിയെ പോലും പാതിൽ മദ്രസ നിപ്പാട്ടണ്ട. ഇത് ഈ സന്ദർഭത്തിൽ നാണ് ചെന്നെങ്കിൽ മദ്രസ റജ കിട്ടിട്ട് 2ാമത് തുടങ്ങുമ്പോ കൊറിയ 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഹൈ എഡ്യൂക്കേഷൻ പഠിക്കുക വേണമായിട്ട് നെക്സ്റ്റ് ഉള്ള ക്ലാസ്സുകൾ പഠിക്കുക വേണമായിട്ട് നമുക്ക് പോകാവില്ല. കോളേജ് ഉണ്ട് സ്കൂളുണ്ട് ചെന്നിട്ട് കട്ടാക്കിടാറ്. ആരും അതിനെന്താക്കണ്ട, സപ്പോർട്ടാക്കണ്ട. ഏത് ബാപ്പമാരും സപ്പോർട്ടാക്കണ്ട. നിങ്ങൾക്ക് ബാപ്പമാരെ ഉമ്മമാരെ നാളെ നിങ്ങൾ മരിച്ചിട്ടാകുമ്പോ SSLCയിൽ പഠിച്ചത് അവിടെ കബൂറിൽ കേൾക്കില്ല, സെക്കൻഡ് PUCയിൽ പഠിച്ചത് കേൾക്കില്ല. നിന്റെ മോണുകു നീ എത്ര മദ്രസ പഠിപ്പാട്ടിന് ആ മോണായിട്ടിക്കട നിൽക്കുന്ന ആളെ ഫാത്തിഹ ഓതറോ, ആ മോണായിട്ടിക്കട നിൽക്കുന്ന ആളെ ദുആക്കടേ. അതുകൊണ്ട് 10ാം ക്ലാസ് തോലത്തെ ആ പ്രൈമറി സ്റ്റഡീസ് പഠിപ്പാട്ടാണ്ട് ഒരു വിദ്യാർത്ഥിയെ പോലും ഞങ്ങൾ പഠന നിപ്പാട്ട കുത്തിറ. അത് എല്ലാം ഞങ്ങളെ ജമാഅത്തുൽ മദ്ദടുക്കത്തുള്ള മുഅ്മിനീങ്ങ ഗൗരവത്തിലെടുക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നാം നടപ്പാക്കിക്കൊണ്ടില്ല. അങ്ങനെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമുടെ വിഷയ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വഹാബീങ്ങൾക്ക് പഠിപ്പാട്ടി കൊടുക്കടോ. മൂസാ നബി അലൈഹിസ്സലാം ഒരു നാൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഒരു സാധുവായ വയസ്സായ ഒരു വ്യക്തി ബുൽപ്പിട്ടിട്ട് ദ്വാരുന്നോണ്ടുണ്ടോ. ആ വ്യക്തി ബുൽപ്പിട്ടിട്ട് ദ്വാരുന്നോണ്ടുണ്ടോ. ബേജാറില് അത് കണ്ടിട്ട് മൂസാ നബിക്ക് ബേജാറ്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുറൊട്ടുകു ചെന്തൂല ആ സന്ദർഭത്തിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടൂല ഈ വ്യക്തി ദുആ അല്ലെങ്കിൽ ഈ വ്യക്തി ആവശ്യപ്പെട്ട ഒരു കാര്യമിത്തു നന്റെ കൊണ്ട് സാധിച്ചിപ്പിച്ചിട്ട് കൊടുക്കുക ആവുടുണ്ടു കണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഉദ്ദേശ നന്റെ കൊണ്ട് പൂർത്തിയാക്കുക ആവുടുണ്ടു കണ്ടെങ്കിൽ നാണ് പൂർത്തിയാക്കി കൊടുക്കാത്ത അത്രയും ബേജാറിൽ ഈ വ്യക്തി ദുആറുന്നുണ്ടല്ലേ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഇങ്ങനെ ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ സന്ദേശവാഹക മഹാനായ മലക്കുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ നബിമാരൊട്ടും എല്ലാ നബിമാരൊട്ടും സംഭാഷണാക്കിയ ഒരേ ഒരു മലക്കൈറ്റിക്കിട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം പലക്കവറിയാത്ത മലക്കുകളില്ല. ജിബ്രീൽ അലൈഹിസ്സലാം സംഭാഷണാക്കാത്ത ഒരു നബിമാരും ഈ ലോകത്തിലില്ല. ഒരു മഹാന്മാരെ ചരിത്രത്തിൽ പോലും ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ബാക്കിയാക്കിയിട്ടില്ല. ആ ജിബ്രീൽ അലൈഹിസ്സലാമുടെ പേര് കേൾക്കുമ്പോ മുഅ്മിനെ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുറോ. കാരണം എന്തേ എല്ലാ നബിമാരൊട്ടും സമ്പർക്കമുള്ള ഒരേ ഒരു മലക്കൈറ്റിക്കിട് മലക്കുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. നാളെ ഞങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരാവും. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റൊട്ടുക ചന്തൂല. മൂസാ നബിയെ ആ വ്യക്തി അല്ലാഹുറൊട്ടുക പേടിച്ചിട്ട് റബ്ബുറൊട്ടുക ബുൽപ്പിട്ടിട്ട് ദ്വാരുന്നോണ്ടുള്ളെന്തോ അല്ല, ആ വ്യക്തി പ്രകടനൽ മാത്രം ബുൽപ്പിട്ടോണ്ടുള്ളേ ആൽമാറ് കാണുകയായിട്ട് മാത്രം ദ്വാരുന്നോണ്ടുള്ളേ. ആ വ്യക്തിയുടെ ഉദ്ദേശ നന്റെ ബുൽപ്പ് കണ്ടിട്ട് കൂടെ പോണ്ട ബണ്ടങ്ങല്ല നക്ക് പൈസ തറട്ട് ചെല്ലതായിട്ടിക്കട്. അതുകൊണ്ട് അയാളിനെ 10 വർഷം വെച്ചിട്ട് അവിടെ ദ്വാരുന്നെങ്കിലും അയാൾ ദുആക്ക് ഉത്തരം കിട്ടുകൊണ്ടില്ല. നോക്കൂ നിങ്ങ ആൽമാർ കാണുകയായിട്ട് ദ്വാരക്കട് അങ്ങനത്തെ ദുആ ഞങ്ങളെ ദുആവുകുതീറ. ആൽമാർ കാണുകയായിട്ട് ഒരു അമലും ഞങ്ങാക്കുകുതീറ. എത്ര വലിയ കാര്യക്രമം ഇന്നെങ്കിലും ഞങ്ങളെ നീയത്ത് അല്ലാഹു കാണണോ ചൊല്ലതായിട്ടിക്കണോ. അതുകല്ലേ സ്വതക്ക കൊടുക്കുമ്പോ വലത്തെ കയ്യിൽ കൊടുത്ത സ്വതക്ക അത് ഇടത്തെ കൈക്ക് ഗൊന്താവുകുതീറാണ്ട് ചെല്ലോ. ഞാൻ എത്ര കൊടുത്ത ഉസ്താദ്, ഞാൻ അങ്ങനാക്കിയ ഉസ്താദ്, ഞാൻ ഇങ്ങനാക്കിയ ഉസ്താദ് ചെല്ലണ്ട മോനെ, നീനാക്കിയ നഷ്ടപ്പെട്ടു പോകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലത്തിൽ നടന്ന സംഭവം. ഭാരതത്തില് രാജാവായിട്ട് ഔറംഗസേബിയുടെ കാലത്തിൽ നടന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ಗೊತ್ತುಂಟು. ഔറംഗസേബ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിനെ മുട്ട ദർബാറിൽ ഇങ്ങനെ പോകുമ്പോ ഒരു കണ്ണ് കാണാത്ത ആള് ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റും പിടിച്ചിട്ട് ഇങ്ങനെ ദ്വാരുന്നു. കണ്ണുക കാഴ്ചയില്ല, സഹായിക്കൂ. അങ്ങനെ ഔറംഗസേബ് റളിയല്ലാഹു അൻഹു ആ മഹാൻ എന്താക്കട് ഈ പോകുമ്പത്തു അജ്മീർ മഹാന്റെ ദർഗത്തുക്ക് ഇങ്ങനെ പോകുമ്പത്തു ഈ വ്യക്തിരെ കണ്ട് ആ വ്യക്തിരൊട്ടു എണിച്ചിട്ട് നിപ്പാട്ടിട്ട് ചെണ്ട് നാണ് സിയാറത്താക്കിട്ട് ബറമ്പമിത്തു നിന്റെ കണ്ണിട കാഴ്ച തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ നാണ് കൊള്ളോടെ. നാണ് സിയാറത്താക്കിട്ട് തിരിച്ചിട്ട് വരുമ്പോ നിന്റെ കണ്ണിട കാഴ്ച വിത്ത് തിരിച്ചു വന്നില്ലെങ്കിൽ നാണ് നിന്റെ വധിക്കിടാണ്ട് മഹാനായ ഔറംഗസേബ് അങ്ങനെ എങ്ങനെ പേടിപാട്ടിട്ടാകുമ്പോ ഈ വ്യക്തിഗത പേടിവണ്ട് ബുൽപ്പിട്ടിട്ട് ദ്വാരക്കെട് അല്ലാഹുറൊട്ട് ബുൽപ്പിട്ടിട്ട് ദ്വാരക്കെട് ബുൽപ്പിടണു മുഅ്മിനീങ്ങളെ. ഞങ്ങളെ വിചാരിച്ചിട്ട് ഞങ്ങൾ ബുൽപ്പിടണോ. അല്ലാഹു തആല ഞങ്ങളെ പടച്ചിര ഇബാദത്ത് എടുക്കുകയായിട്ട്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ എന്തൊരു ഇബാദത്തുണ്ടു. ഇപ്പൊ ഈ നിമിഷത്തിൽ ഞങ്ങൾ മരിച്ചിട്ട് പോയെങ്കിൽ ഞങ്ങൾ സ്വർഗത്തുക്ക് പോണ്ടാണ്ട് ചെല്ലുകൂ. ഞങ്ങൾക്ക് സ്വർഗ കിട്ടുന്നുണ്ട് ഗ്യാരണ്ടി ചെല്ലുകൂ. എന്റെ കൊണ്ടും നിങ്ങളെ കൊണ്ടും സാധ്യമല്ല. അതുകൊള്ള ഒരു അമല് പോലും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. കാരണം എന്തേ പ്രതി ഒരു കാര്യക്രമാക്കുമ്പത്തും പ്രതി ഒരു മജ്ലിസ് ആക്കുമ്പത്തും എന്റെ മനസ്സിലുള്ളൂ ഇനൊരാള് നന്റെ നോക്കട്ട് ചെല്ലതായിട്ടിക്കടു. അതുകൊണ്ട് മുഅ്മിനേ ഇനൊർത്ത നോക്കട്ടുണ്ട് നീന് വിചാരിച്ചിട്ടൊരു കാര്യം നീനാക്കിയെങ്കിൽ അത് എത്ര വലിയ നല്ല കാര്യമായിട്ടിന്നെങ്കിലും അത് അല്ലാഹു ഖബൂലാക്കില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരും നോക്കണു ചെന്നിട്ട് ഞങ്ങൾ ഇബാദത്ത് എടുക്കണ്ട. ആർക്കും കാണുകയായിട്ട് ബാഹ്യ പ്രകടനാക്കണ്ട. ആർക്കും കാണുകയായിട്ട് ജനങ്ങൾക്കിടയിൽ നീ വലിയ ബൊമ്പായിട്ട് ജീവിക്കണ്ട. നിന്റെ ഖബറുകു നീನು പോകുണ്ടോ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ ചെന്നിട്ട്
3 പിടി മണ്ണെടുത്തിട്ട് നിന്റെ ഖബർ കിട്ടൽ പിന്നെ നണ്ടാറും തിരിഞ്ഞു നോക്കില്ല, പിന്നെ നണ്ടാറും നെനപ്പാക്കില്ല. കാലാകാലനാണ ഖബറിൽ കിടക്കുകൊണ്ടു നിന്റെ കയ്യിൽ സമ്പത്തുണ്ടോ, നാളെ വലിയ ഫ്ലാറ്റ് കെട്ടിര, ഇനിയും ജാഗെടുത്തര, ഇനിയും നാണ് ഫ്ലാറ്റ് കെട്ടിയോണ്ടില്ല. നിന്റെ ബഹുമതി മാത്രം നീ ചൊന്നു നടക്കണ്ട. നിനക്ക് അല്ലാഹു തആല സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ താജുൽ ഉലമാ റിലീഫ് സമിതി നടത്തുന്ന സാമൂഹിക വിവാഹ, അല്ലെങ്കിൽ മദ്ദടുക്ക ജമാഅത്തിൽ നിർമ്മാണാന്തത്തിലുള്ള മദ്രസ, എവിടെയുള്ള സുന്നത്ത് ജമാഅത്തിലെ സ്ഥാപനങ്ങളുണ്ടാ, അവിടെയുള്ള നീ ധനസഹായ ആക്കണോ. അല്ലാഹു നിനക്ക് സമ്പത്ത് തന്നിരമേ, അതിന് ദീനുക വേണായിട്ട് ചെലവാക്കുക വേണായിട്ട്. അതുകൊണ്ട് മുഅ്മിനേ, ഇനർത്ത കാണ്ടാ ചെൽദ റുബിയറത്തുൽ ഒരു അമലു പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തീരാ. അല്ലാഹു ഞങ്ങൾക്ക് ഇഖ്ലാസ് നൽകട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്നത്തതാണ് പ്രസംഗത്തിൽ ചെന്ന എല്ലാ വിഷയവും ദുആയുടെ വിഷയമായിട്ട് ദുആറക്കണം, നല്ലോണം ദുആറക്കണം. തഹജ്ജുദ് നിസ്കരിച്ചിട്ടും പൊട്ടി കരഞ്ഞു ദുആറക്കണം. ചിലപ്പോ ദ്വാരനപ്പമേ ഉത്തര കിട്ടല. 4 രൂപത്തിൽ അല്ലാഹു തആല നമുക്ക് ദ്വാരക്ക് ഉത്തര തണ്ട. 4 രൂപ, ഈ 4 രൂപവും അല്ലാണ്ട് അല്ലാഹു തആല ഞങ്ങളെ ദുആടെ റിജക്ട് ആക്കില്ല. 4ൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് ദ്വാരക്ക് ഉത്തര തണ്ട. ഒന്നാമത്തെ മാർഗ മഹാന്മാർ ചിലർ ദ്വാരനെ അതേ കാര്യം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുടാ. ഒന്നാമത്തെ കാര്യം ദുആറിന് അതേ കാര്യം അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം അവന് കേട്ടതിനെ കാട്ടി ഖൈറായത് അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുക. മൂന്നാമത്തെ കാര്യം അവന് ദുആറക്കൽ കൊണ്ട് അല്ലാഹു തആല അവന്റെ ദോഷത്തെ ഇല്ലാണ്ടാക്കട. അവന് ദുആറക്കൽ കൊണ്ട് അവന്റെ ദോഷത്തെ അല്ലാഹു തആല മായ്ച്ചു കൊടുക്കട. നാലാമത്തെ കാര്യം അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ അവനക്ക് ഒരു പദവി വർദ്ധിപ്പിച്ചു കൊടുക്കടാണ്ട്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ത് ദുആറക്കടെ ഈ 4 മാർഗ്ഗത്തിൽ ഒരു മാർഗ്ഗവും അല്ലാഹു തആല ഞങ്ങൾക്ക് തരാണ്ട് ഞങ്ങൾ അല്ലാഹു റിജക്ട് ആക്കില്ല. കാരണം എന്തേ? അല്ലാഹു റഹ്മാനായിട്ടിക്കട്, അല്ലാഹു റഹീമായിട്ടിക്കട്. ഞങ്ങളെ ഈ കാര്യക്രമത്തിൽ ഇൻഷാ അല്ലാഹ് മുഖ്യ പ്രഭാഷണാക്കുല്ലേ ബഹുമാനപ്പെട്ട ദേവറശോല ഉസ്താദ് ഞങ്ങളെ ഈ മജ്ലിസിൽ ഞങ്ങളെ ഈ വേദിക്കയ്ക്ക് വന്നുകൊണ്ടുണ്ട്. അവിടെ പരിസരത്തുള്ള എല്ലാ ആൾമാർ ഞങ്ങളെ മജ്ലിസിൽ വന്ന് ദൈക്കൊണ്ടാണ് പിന്നെയും റിക്വസ്റ്റ് ആക്കിക്കൊണ്ടുള്ള മജ്ലിസിന്റെ സൈഡിലല്ല അവിടെ നിന്റെ ടിക്കറ്റാറ് ചൊമ്മ ആൾമാർ. അപ്പൊ എന്തും സൊറയില്ലാണ്ട് വെറുതെ നിണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മജ്ലിസിലെ പരിപൂർണതരെ പ്രതിഫലം കിട്ടില്ല. അതുകൊണ്ട് മജ്ലിസിൽ വന്നു ദൈക്കോ, ആ മജ്ലിസ് ടിക്കറ്റ് മഹത്വം. ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാം ആലിമീങ്ങൾ ഞങ്ങളെ വേദിക്കയ്ക്ക് വന്നുകൊണ്ടുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ಇಂದಿನ ಕಾರ್ಯಕ್ರಮದ ಕೇಂದ್ರ ಬಿಂದು ಮುಖ್ಯ ಪ್ರಭಾಷಣಗಾರ, ಪ್ರಭಾಷಣ ಲೋಕದ ಸಿಡಿಲಮರಿ, ಪ್ರಭಾಷಣ ಲೋಕದ ಅರಸ ಬಹು ಅಲ್ಹಾಜ್ ಅಬ್ದುಸ್ಸಲಾಂ ಮುಸ್ಲಿಯಾರ್ ದೇವರಶೋಲ ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ನಮ್ಮೊಂದಿಗೆ ಜೊತೆಗೂಡಿದ್ದಾರೆ. ಉಸ್ತಾದರವರಿಗೆ ಮದ್ದಡ್ಕ ಜಮಾತಿನ ಪರವಾಗಿ ಪ್ರೀತಿಪೂರ್ವಕ ಸ್ವಾಗತವನ್ನು ಕೋರ್ತಾ ಇದ್ದೇವೆ. മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. അവിടെയുള്ള ആളുകളെല്ലാം വന്ന് മജ്ലിസിലിരിക്കണം ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ನನ್ನ ಶಬ್ದವನ್ನು ಆಲಿಸುತ್ತಿರುವ ಎಲ್ಲ ಸಮುದಾಯದ ಜನರೊಂದಿಗೆ ನನ್ನದೊಂದು ಅಪೇಕ್ಷೆ. ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಇಂದು ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ನಮ್ಮೊಂದಿಗೆ ಇಲ್ಲಿ ಬಂದಿರುವುದು ಬಹುಮಾನ್ಯರಾದ ಡಾಕ್ಟರ್ ಅಬ್ದುಸ್ಸಲಾಂ ಉಸ್ತಾದ್ ದೇವರಶೋಲ. ಇವರನ್ನು ಪರಿಚಯಿಸುವುದು ಜಾತಿ ಭೇದವಿಲ್ಲದೆ ಎಲ್ಲಾ ಜಾತಿಯವರನ್ನು ಸೇರಿಸಿ ವರ್ಷಕ್ಕೊಂದು ಸಾಮೂಹಿಕ ವಿವಾಹ ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸಿ ಇಸ್ಲಾಂ ಧರ್ಮದ ಸಂದೇಶವನ್ನು ಈ ಸಮೂಹಕ್ಕೆ ತೋರಿಸಿಕೊಟ್ಟಂತಹ ಅತ್ಯಂತ ಉನ್ನತ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ ನಮ್ಮ ವೇದಿಕೆಯಲ್ಲಿರುವುದು. ಉಸ್ತಾದರ ಮೂಲಕ ನಮಗೆ ಇಸ್ಲಾಂ ನೀಡುವ ಸಂದೇಶವೆಂದರೆ ಇಸ್ಲಾಂ ಯಾವತ್ತೂ ಭಯೋತ್ಪಾದನೆಗೆ, ಇಸ್ಲಾಂ ಯಾವತ್ತೂ ಕೊಲೆಗೆ, ಇಸ್ಲಾಂ ಯಾವತ್ತೂ ಅಶ್ರಮಕ್ಕೆ ಅಥವಾ ಅಕ್ರಮ ಮಾಡುವುದಕ್ಕೆ ಯಾವತ್ತೂ ಸಪೋರ್ಟ್ ಮಾಡುವುದಿಲ್ಲ. ಮುಸ್ಲಿಂ
ಮುಸ್ಲಿಂ ಹಾಗೂ ಇಸ್ಲಾಮರು ಶಾಂತಿ ಮತ್ತು ಸಂತೋಷದ ವಾತಾವರಣವನ್ನು ಇಲ್ಲಿ ಸೃಷ್ಟಿಸುತ್ತಾರೆ. ಇದೀಗ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಲ್ಲಿ ಕೋಮು ಸೌಹಾರ್ದತೆಯು ನಷ್ಟ ಹೊಂದಿದೆ. ಒಂದು ಕಾಲದಲ್ಲಿ ಇಲ್ಲಿ ಹಿಂದೂ, ಮುಸ್ಲಿಂ, ಸಿಖ್ಖರು, ಜೈನರು, ಬೌದ್ಧರು, ಕ್ರೈಸ್ತರು ಎಲ್ಲರೂ ಒಗ್ಗೂಡಿ ಒಂದೇ ತಾಯಿಯ ಮಕ್ಕಳಂತೆ, ಒಂದೇ ತಂದೆಯ ಮಕ್ಕಳಂತೆ ಈ ಊರಿನಲ್ಲಿ ನೆಲೆಸುತ್ತಿದ್ದರು. ಇದೀಗ ನಮ್ಮ ಸಮುದಾಯದಲ್ಲಿ ಬಿರುಕನ್ನುಂಟು ಮಾಡಲು ಕೆಲವು ಕುಬ್ರ ಬುದ್ಧಿಯುಳ್ಳಂತಹ ಶಕ್ತಿಗಳು ಇಲ್ಲಿ ಶ್ರಮಿಸುತ್ತಿದ್ದಾರೆ. ಇಲ್ಲಿ ನಮಗೆ ಹೇಳಲಿಕ್ಕಿರುವುದು ಬಹುಮಾನ್ಯರಾದ ಅಬ್ದುಲ್ ಸಲಾಂ ಉಸ್ತಾದ್, ದೇವರಶೋಲ ಉಸ್ತಾದರಂತಹ ಹಲವಾರು ಗಣ್ಯ ವ್ಯಕ್ತಿಗಳು, ಮಹಾನರಾದ ತಾಜುಲ್ ಉಲಮರನ್ನು ನಾವಿಲ್ಲಿ ಸ್ಮರಿಸ್ತಾ ಇದ್ದೇವೆ. ತಾಜುಲ್ ಉಲಮ ಇಲ್ಲಿ ತೋರಿಸಿಕೊಟ್ಟ ದಾರಿ, ಎಲ್ಲಾ ಮಹಾನ್ಮಾರಾದಂತಹ ನಮ್ಮ ನೇತಾರರು ನಮಗೆ ತೋರಿಸಿಕೊಟ್ಟ ದಾರಿ, ಅದೆಲ್ಲವೂ ಶಾಂತಿ ಮತ್ತು ಸಮಾನತೆ, ಸೌಹಾರ್ದತೆ, ಸಮಾಧಾನ ಮಾತ್ರವಾಗಿದೆ. ಆದುದರಿಂದ ಯಾವುದೇ ಧರ್ಮವನ್ನು ಇದು ಮಾಡುತ್ತಿರುವಂತಹ, ಫಾಲೋ ಮಾಡುತ್ತಿರುವಂತಹ ನನ್ನ ಶಬ್ದವನ್ನು ಆಲಿಸುತ್ತಿರುವ ಪ್ರೀತಿಯ ಬಾಂಧವರಲ್ಲಿ ನಾನು ಹೇಳುವುದು ಒಂದೇ, ಇಸ್ಲಾಂ ಯಾವತ್ತೂ ಭಯೋತ್ಪಾದನೆಗೆ ಸಪೋರ್ಟ್ ಮಾಡುವುದಿಲ್ಲ. ಮುಸ್ಲಿಮರನ್ನು ಯಾವತ್ತೂ ಭಯೋತ್ಪಾದನೆಗೆ ಸಪೋರ್ಟ್ ಮಾಡುವವರು ಅಂತ ನೀವು ಬಿಂಬಿಸಬೇಡಿ. ಇಸ್ಲಾಮಲ್ಲಿ, ಮುಸ್ಲಿಮರಲ್ಲಿ ಭಯೋತ್ಪಾದನೆಯ ಚಿಂತೆ ಯಾವತ್ತೂ ಇಲ್ಲ, ಇನ್ನೂ ಇಲ್ಲ, ಯಾವತ್ತೂ ಇರುವುದೂ ಇಲ್ಲ. ಇದು ಇಸ್ಲಾಮಿನ ಸಂದೇಶವಾಗಿದೆ ಅಂತ ಮಾತ್ರ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳುತ್ತಾ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ ಎಲ್ಲರಿಗೂ ನಾನು ತುಂಬು ಹೃದಯದ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಂ ಇನ್ನ ಫತಹ್ನಾ ಲಕ ಫತಹಂ ಮುಬೀನಾ എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യത്തിൽ ഈ കാര്യക്രമം, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നമ്മോട് ഇൻഷാ അല്ലാഹ് നസീഹത്തിനും ദുആക്കും നേതൃത്വം നൽകാൻ വേണ്ടി ഒരുപാട് യതീം പെൺകുട്ടികളെ, അത് ഏത് മതമെന്ന് നോക്കാതെ എല്ലാവർക്കും വലിയ ഒരു താങ്ങും തണലായി പാഠാന്തര മർക്കസ് എന്നറിയപ്പെടുന്ന വലിയ സ്ഥാപനത്തിൽ എത്രയോ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങളിൽ കാണുന്ന വളർച്ചയൊന്നും അവിടെ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ അവിടെ എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ, എത്രയോ പാവപ്പെട്ട 300, ഞങ്ങളിവിടെ 3 ജോഡി വിവാഹമാണ് നാളെ നടക്കുന്നത്. പക്ഷേ ഉസ്താദ് അവറുകൾ എത്രയോ ആയിരക്കണക്കിൽ യതീം മക്കളെ, അത് ഏത് ജാതിയെന്ന് നോക്കാതെ ഈ സമൂഹത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് അവരുടെ എല്ലാ ചെലവും വഹിച്ച് ഈ സമുദായത്തിന് വലിയ സന്ദേശം അറിയിച്ച മഹാനായ ദേവറശൂല ഉസ്താദ് നമ്മുടെ ഈ സംരംഭത്തിലേക്ക്, താജുൽ ഉലമ റിലീഫ് സമിതി നടത്തുന്ന 3ാമത്തെ വാർഷികത്തിന്റെ 3 ജോഡി വിവാഹത്തിന്റെ ഈ കാര്യക്രമത്തിലേക്ക് എത്തിയത് നമുക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ പള്ളത്തൂർ എന്ന ഭാഗത്തിൽ വാള് കഴിഞ്ഞ് ഉസ്താദ് നേരെ കോഴിക്കോട് പോയി. എന്നിട്ട് ഇന്ന് വീണ്ടും കോഴിക്കോട് നിന്നാണ് നമ്മുടെ ഈ വാളിന് വേണ്ടി വന്നത്. ഇന്ന് ഉസ്താദ് വാള് കഴിഞ്ഞ് വീണ്ടും കോഴിക്കോട് എത്തേണ്ടതുണ്ട്. അങ്ങനെ നിരന്തരം യാത്രയിലാണ് ഉസ്താദ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാ ദിവസവും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ, ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇനിയും ഒരുപാട് കാലം ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നൂറുൽ ഹുദാ ജുമാഅത്ത് പള്ളിയുടെയും താജുൽ ഉലമ റിലീഫ് സമിതിയുടെയും വകയിലായി എല്ലാവിധ സ്വാഗതങ്ങളും അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിനായി ബഹുമാന ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.